പ്രിയപ്പെട്ടവരെ, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് അള്ളാന്റെ ഹബീബ് പരലോക പൗരത്വം സ്വീകരിച്ചത്. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ തൊട്ടുമുമ്പായി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വായിൽ അറാഖിന്റെ കഷ്ണം വെച്ചുകൊണ്ട് ചവച്ചുകൊണ്ട് മൃദുലമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലേക്ക് സഹധർമ്മിണിയായ ആയിഷ തുഹ്റ വെച്ചു കൊടുത്തൊരു രംഗമുണ്ട്. ആ രംഗം ആയിഷ ബീവിയുടെ നിത്യശോഭയായ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള അപൂർവ സംഭവമാണ്. അത് ആയിഷാവി എപ്പോഴും പറയാറുണ്ട്, വഫാത്തിന്റെ തൊട്ടുമുമ്പായിട്ട് എൻ്റെ ഉമ്മനീരും റസൂലുള്ളാന്റെ ഉമ്മനീരും പരസ്പരം കലർന്നിട്ട് റസൂലുള്ളാന്റെ ഉമ്മനീര് ഞാനും കുടിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മനീര് മുത്ത് ഹബീബും കുടിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ ചരിത്രത്തോടെ പറഞ്ഞു മഹദിയായ ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ചെറുപ്പകാലത്തെ ബുദ്ധിസാമർഥ്യം. വലിയ ബുദ്ധിസാമർഥ്യമായിരുന്നു, വിവേകശാലിയായിരുന്നു, ദൈക്ഷണികമായി ചിന്തിക്കുന്ന ആളായിരുന്നു, വിദ്യാസമ്പന്നയായിരുന്നു. ചെറുപ്പത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് എപ്പോഴും മധ്യാഹ്ന സമയത്ത് വരും. ഏകദേശം ഒരു ഉച്ച സമയത്താ വരിക, ചിലപ്പം വൈകുന്നേരം വരും. പലപ്പോഴും ആയിഷ റളിയല്ലാഹു തആലനെ എടുത്ത് മടിയിലിരുത്തും. കാരണം ചെറിയ കുട്ടിയാണല്ലോ, ചെറിയ കുട്ടിയല്ലേ, മടിയിലിരുത്തും. ആയിഷ ബീക്ക് കളികളിൽ രണ്ടെണ്ണത്തിനോടാണ് പ്രത്യേകമായ താല്പര്യമുള്ളത്. ഒന്ന് ഊഞ്ഞാലാട്ടം നല്ല താല്പര്യമാണ്. രണ്ടാമത്തത് കളിക്കോപ്പുകളുമായി കൂടുക. പാവ, കുതിര, ഒട്ടകം, മരക്കൊത്തി, ഇങ്ങനെ സാധനങ്ങളുമായിട്ട് ഇങ്ങനെ കളിച്ചിരിക്കുക എന്നുള്ളത് വലിയ രസമാണ് ചെറുപ്പത്തില്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊച്ചുകാലത്ത് കാലിന്റെ ചുവപ്പ് മാറാത്ത കൊച്ചുമോളാണ്. ആ സമയത്ത് കയറി വരികയാണ്. അപ്പൊ കുറെ കുട്ടികളെ കൂടെ ഇരുന്നിട്ട് ഈ കളിക്കോപ്പുകളുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കണ്ടപ്പോഴേക്ക് കുട്ടികളൊക്കെ ഓടി ആയിഷാബിയോടെ നിന്നു. അപ്പൊ കയ്യിലിങ്ങനെ കുതിരണ്ട്, ചിറകുള്ള കുതിരയാ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ മോളെ ഇതെന്താന്ന് ചോദിച്ചു. ഇത് കുതിരക്ക് ചിറകുണ്ടാവോ? കുതിരക്ക് ചിറകുണ്ടാവില്ലല്ലോ. ചിറകുള്ള കുതിര. ഈ ചെറിയ മോള പിച്ച വെച്ച് വളർന്ന് വലുതായി കാലിന്റെ ചുവപ്പ് മാറുന്നതിന് മുമ്പുള്ള ചെറിയ അവസ്ഥയാണ്. ആ കുട്ടിക്ക് എന്ത് ചിറക്, എന്ത് കുതിര, എന്ത് ചോദ്യം, എന്ത് മറുപടി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ഇളക്കിയിട്ട് ചോദിച്ചു, ചിറകുള്ള കുതിര. തിരിച്ചൊരൊറ്റ ചോദ്യ. സുലൈമാൻ നബി ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചിട്ടില്ലേ? സുലൈമാൻ നബിക്ക് ചിറകുള്ള കുതിര ഉണ്ടായിരുന്നല്ലോ. അള്ളാന്റെ റസൂല് പുഞ്ചിരിച്ചു. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇവിടെ 2-3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ചരിത്രം മാത്രം കേൾക്കാനല്ല. ഒന്ന്, ഈ പിച്ച വെച്ച് വളരുന്ന കൊച്ചുകുട്ടിക്ക് ഇത്ര വലിയ വിജ്ഞാനം കൈമാറിയത് ആരാണ്? അപ്പൊ അവരെ വീട്ടിലെ ചർച്ച എന്തായിരിക്കും? സദാ അവരെ വീട്ടിലെ ചർച്ച സുലൈമാൻ നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബിയും ദീനും ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വായന കേട്ട് പഠിക്കണതാ. അല്ലാതെ പുസ്തകം വായിച്ച് പഠിച്ചല്ല. ഒരു കുടുംബാന്തരീക്ഷം അങ്ങനെ ആയിരിക്കണം. കുടുംബത്തിൽ വാപ്പയുടെയും ഉമ്മയുടെയും ചർച്ചയിൽ സദാ മുഹമ്മദ് മുസ്തഫ കടന്നു വന്നാൽ അത് കേട്ട് വളരുന്ന കുട്ടി മുഹിബ്ബുൻ നബിയാകുന്നതാ. മോള് സ്വലാത്തിന്റെ ഹരമുള്ള മോളാകുന്നതാ. പക്ഷേ ചർച്ചകൾ സിനിമാ താരങ്ങളും സിനിമാ സ്റ്റാറുകളും ക്രിക്കറ്റ് താരങ്ങളുമായി മാറിയാലോ, ചർച്ചകളൊക്കെ വഴിമാറിയിട്ട് ട്രാക്ക് മാറി അബദ്ധങ്ങളിലായാലോ, കുട്ടി അബദ്ധ സഞ്ചാരത്തിൽ ഏർപ്പെട്ട ദുർനടപ്പുകാരനായി തമ്മാടിയായി മാറുന്നതാണ്. ഇന്നത്തെ കുട്ടികൾ അതിന്റെ ഉദാഹരണമാണ്. അതുകൂടെ അതിൽ നിന്ന് പഠിക്കണം. ഈ കുട്ടി ഉടനെ പറയാണ്, സുലൈമാൻ നബിന്റെ കുതിരക്ക് ചെറുക്കുണ്ടായിരുന്നല്ലോ എന്ന്. കാരണം കുടുംബത്തിൽ നിന്ന് പഠിച്ചെടുത്ത സംഗതിയാ. പുസ്തകം വായിച്ചിട്ടോ സ്കൂളിൽ പോയിട്ട് പഠിച്ചല്ല. അന്ന് സ്കൂളില്ല, മദ്രസയില്ല, കുടുംബത്തിന് കേട്ട് പഠിച്ചതാണ്. 2 കാര്യം. ഒന്ന്, കുടുംബാന്തരീക്ഷം. 2, ആയിഷ ബീവിയുടെ മറുപടി പറയാനുള്ള തിടുക്കം. നീ കിട്ടുന്ന ചില കുട്ടികൾ തന്നെ വലിയൊരാളല്ലേ, റസൂലുള്ളാഹിനെ കുറിച്ച് ആയിഷ ബീവി ഇങ്ങനെ കേട്ടിട്ടും ഒക്കെ അറിയല്ലോ. ചോദിച്ചാൽ പേടിച്ചിട്ട്. നാളെ ഒരാളിനോട് പറഞ്ഞു, പിന്നെ ഒരു
ഒരു ചെറുപ്പക്കാരന്റെ ഉമ്മയാണ്, കുറച്ച് പ്രായമുള്ള ആളാ. വാതിന് വാപ്പ എന്നോട് പറഞ്ഞു, വാപ്പ കുറച്ച് കാർക്കശക്കാരനാണ്, ആ മോനെ പെണ്ണ് തരാൻ വേണ്ടി പോണ വാപ്പന്നെയാണ്. വാപ്പ കുട്ടിനെ കണ്ട ആദ്യം ചോദിക്കൽ എന്താ അറിയോ? ഈമാൻകാരി എത്രയാണ്, ഇസ്ലാംകാരി എത്രയാണ്, തേമം ചെയ്യൽ എങ്ങനെയാണ്. എന്നിട്ട് എന്നോട് ഈ തള്ള പറയും, നിങ്ങൾ ഉസ്താദെ വാപ്പാനോടൊന്ന് പറയണം, അയാൾ ആ തടിയും മണ്ണും താടിയും കണ്ടാൽ തന്നെ ഈമാൻകാര്യം ആറാന്നുള്ള അറിയണ കുട്ടികൾ പെട്ടെന്ന് 12 എന്ന് പറഞ്ഞു പോകും പേടിച്ചിട്ട്. അതുകൊണ്ട് ഇനി എവിടെയെങ്കിലും പോവാണെങ്കിൽ അയാതി കാര്യങ്ങൾ ചോദിക്കരുത്, നിങ്ങളൊന്ന് പറയണം എന്ന് പറഞ്ഞു. പേടിയാവും, കുട്ടികൾക്ക് പറയാൻ മടിയാവും, പേടിയാവും, സ്വാഭാവികമാണ്. പക്ഷേ ഇത് ചോദിച്ചത് ഇങ്ങനത്തെ ആളൊന്നല്ല, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ. പക്ഷെ ഒരൊറ്റ മറുപടി, കൂളായി പേടില്ലാതെ. അതാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഒരു സ്വഭാവം അങ്ങനെയാണ്. മറ്റൊരു സ്വഭാവം എന്താ അറിയോ? നീതിയിലും നന്മയിലും ധർമ്മത്തിലും കാർക്കശ്യായിരുന്നു. അവിടെ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല. അങ്ങനെ ആയിഷാബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല, വലിയ കർശന നിലപാടായിരുന്നു. ഒരു ഉദാഹരണം പറയാം. ആയിഷാ ബീവിയുടെ അനിയത്തിയാണ് അസ്മാ റളിയല്ലാഹു തആല അൻഹ. അസ്മാ ബീവിന്റെ മോനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു. ആയിഷാ ബി കൈ കിട്ടണൊക്കെ സദഖ കൊടുക്കുന്ന ആളാണ്, ബാക്കി വെക്കൂല. കാരണം അത് മുഹമ്മദീയ തിരുമുറ്റത്ത് നിന്ന് പഠിച്ചതാണ്. ഒക്കെ കാലിയാക്കും. ഒരിക്കലും ഒരു വീട് വിറ്റു, ആയിഷാബിന്റെ വീട് വിറ്റു. വീട് വിറ്റ കാശ് മൊത്തം 3 മണിക്കൂർ കൊണ്ട് ചെലവായി, കൊടുത്തു തീർത്തു. വീട് വിറ്റ കാശ് മൊത്തം 3 മണിക്കൂർ കൊണ്ട് കൊടുത്തങ്ങോട്ട് തീർത്തു. ഇത് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അറിഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ആരാ? ജ്യേഷ്ഠത്തിന്റെ അനിയത്തിന്റെ മോനെ. അപ്പൊ ആയിഷാ ബീവി അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെ മൂത്തമ്മയാണ്, ഖാലത്താണ്. അറിഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ ദേഷ്യം പിടിച്ചു. കിട്ടണൊക്കെ കൊടുത്തിട്ട് മൂത്തമ്മ കളി കളിച്ചപ്പോ എന്താ ചെയ്യാ? ആ സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഒന്ന് പറഞ്ഞു പോയി, ഇനിയെങ്ങാനും മൂത്തമ്മ ഇക്കോലത്തിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടാൽ മൂത്തമ്മന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ കെട്ടിയിടുന്നതാണ്. ഇങ്ങനെ തന്റെ അനുജത്തിയുടെ മോനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ പറഞ്ഞു എന്ന് ആയിഷാ ബീവി അറിഞ്ഞപ്പോൾ ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹാ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, എടാ അബ്ദുല്ലാഹ്, നിന്നോട് ഇനി ഞാൻ മിണ്ടൂല. എന്റെ കൈ പിടിച്ച കൈയാരട. അതാണ് അവിടെ. ഒരു പെണ്ണാണെന്നും കൂടി ചിന്തിക്കണം നിങ്ങൾ. ഞാൻ എന്റെ ആരാ? ഞാൻ ഇന്നലത്തെ ഓപ്പറേറ്റർ ഇന്ന് അതിനൊന്നു നല്ല മൂപ്പരെ കൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. എനിക്ക് ഇന്ന് ബുദ്ധിമുട്ടൊന്നും ചേട്ടോ, നല്ലൊരു പ്രത്യേക സുഖമായിരുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എനിക്ക് പ്രസംഗിച്ചിട്ടും പൂതിയരല്ല മൂപ്പര് സെറ്റില്. ഇന്നലെ ഉണ്ടായ അനുഭവം. 4.5 മണിക്കൂർ ഇന്നലെ ഞാൻ വേള പറഞ്ഞു. എന്നിട്ട് എനിക്കൊരു ക്ഷീണം ഉണ്ടായിട്ടില്ല. ഇന്നുമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ മൂപ്പരെ കണ്ടപ്പോ പറയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൈസ ഞാൻ എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞു ആ ഒരു ത്രാണിത്തെ നോക്കി നിങ്ങള്. എന്റെ കൈ പിടിച്ച് കെട്ടാൻ ഞാൻ മൂത്തമല്ല, ഇയാരാ? ഞാൻ സ്വതക്ക കൊടുക്കുമ്പോ കൈ പിടിച്ച് കെട്ടാ ഇയാരാ? അതബ് പഠിപ്പിക്കാണ്. അതബ് പഠിപ്പിക്കണോടത്ത് മുണ്ടാരിക്കൊക്കെ ചെയ്യാം. നാളെ ഞാൻ പറഞ്ഞു, എന്റെ ഒരു ശിഷ്യനേറ്റ് മുണ്ടിയിട്ട് 10 ദിവസം സഹിക്കണം. അപ്പൊ ഒരാള് എന്റെ പ്രസംഗത്തിൽ എന്തോ പറഞ്ഞ, അപ്പൊ ഒരാൾ ഫോൺ വിളിച്ചു ചോദിക്കുക, അപ്പൊ ഉസ്താദ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ് 3 ദിവസത്തിന്റെ മേലെ ഒരാളേറ്റം ഉണ്ടാക്കാൻ പാടില്ല എന്ന്. അതൊന്ന് ഇതൊന്ന് 3 ദിവസത്തിന്റെ മേലെ ഒരാളേറ്റം ഉണ്ടാക്കാൻ പാടില്ല. അത് ഉസ്താവും ശിഷ്യനും തമ്മിൽ ബന്ധപ്പെട്ടതല്ല. അതവ് പഠിപ്പിക്കാൻ ചിലപ്പം ഭർത്താവ് ഭാര്യനെ 1 മാസം ബഹിഷ്കരിക്കേണ്ടി വരും. ബഹിഷ്കരിച്ചില്ലേ മുഹമ്മദ് മുസ്തഫ? മിണ്ടിയില്ലല്ലോ. അവിടങ്ങളെ നമ്മൾ പഠിച്ച ആ മസാല 3 ദിവസത്തിന്റെ മേലെ എന്നുള്ള പൊട്ടുംപൊടി കയറി ചെന്നിട്ട് കാര്യമില്ല. അതൊന്ന് വേറെ ഒക്കെ കൂടി പഠിച്ച് അതല്ല ഇൽമു ആണെന്ന് പറഞ്ഞേ. ആലിമീങ്ങളെ പെട്ടെന്ന് എതിർക്കാൻ നിൽക്കരുത്. ഞാൻ ഒരു ആലിം എന്നല്ല, മുത്താലിമാണ്. പക്ഷെ അവർക്ക് അതിന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലുമൊക്കെ വകുപ്പുകൾ ഉണ്ടാവും. അപ്പൊ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പങ്കെടുക്കാത്ത 3 സഹാബാക്കളെ 40 ദിവസം അവരോട് സലാം പറഞ്ഞില്ല. അവർ പറഞ്ഞ സലാം മടക്കിയില്ല മുഹമ്മദ് മുസ്തഫ. 1 മാസം ഭാര്യമാരെ ബഹിഷ്കരിച്ചുകൊണ്ട് പള്ളിയിൽ കൂടിയില്ല നബിയുനാ റസൂലുള്ളാഹി. അതിനേറ്റ് ബന്ധപ്പെട്ടല്ല. അപ്പൊ ഉണ്ടാവും
അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ കാലാകാലം ഉണ്ടൂലാണ്. അതൊന്നും പറയാനാ ഞാൻ ആമുഖമായിട്ട് ഇങ്ങനെ ഒന്ന് തുറന്നിച്ച്. ആദ്യം ഞാൻ പറയായിരുന്നു നിങ്ങൾ ആയിഷാവിനെ തെറ്റിദ്ധരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം എല്ലാവരും മനസ്സിലുണ്ടാവും മോനീസിന്റെ വേല മുണ്ടാൻ പാടില്ല, സംസാരം ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള ആ തിയറി എല്ലാവരും മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കാലാകാലം ഉണ്ടൂല. എന്നാ പിന്നെ നിങ്ങളാണ്ട് അടക്കിയും എന്ന് അബ്ദുല്ലാഹിബ്നു സുബൈർ പറഞ്ഞു. ഇല്ല, കാരണം നമ്മളല്ല അവർ റസൂലുള്ളാഹിന്റെ ശിഷ്യനാണ്. അബ്ദുല്ലാഹിബ്നു സുബൈർ പറഞ്ഞു, ഉമ്മാ നിങ്ങൾ എന്റെ ഉമ്മയാണ്, എന്നോട് മിണ്ടാതിരുന്നാൽ എനിക്ക് കഠിനമായ വേദനയാണ് എന്ന് പലതവണ കൈ പിടിച്ചുകൊണ്ട് മാപ്പ് ചോദിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മിണ്ടൂല എന്നത് ഞാൻ നടത്തിയൊരു നേർച്ചാ ശപഥമാണ്, അതിൽ നിന്ന് ഞാൻ പിന്തിരിയൂല. അങ്ങനെ കാരണം അദബ് പഠിപ്പിക്കാണ്. അദബ് എന്നുള്ളൊരു സംഗതി ഉണ്ട്, അത് പഠിപ്പിക്കാം. ഇന്ന് നമ്മളെ കുട്ടികൾക്കില്ല ഇന്നോരോട് എങ്ങനെ സംസാരിക്കാം, ആരോട് എന്ത് പറയണം, ഇങ്ങനെ ഒരു വിഷയമില്ല. ബാപ്പാനോട് സംസാരിക്കണ, ജ്യേഷ്ഠന്മാരോട്, അങ്ങനെയല്ല. എങ്ങനെ ബാപ്പാന്റെ മുമ്പിലൊക്കെ ചെണ്ടെടുത്താ മുട്ടി ചാടിയിട്ട് ടൗസർ ഇട്ടിട്ട് ചാടും കുട്ടികൾ. ഉമ്മാനോടൊക്കെ പറയണ ഡയലോഗാനായിട്ട് കേട്ടാല് ഉമ്മക്ക് അവന്റെ ഭാര്യന്റെ ജ്യേഷ്ഠത്തെയാന്ന് തോന്നുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതബില്ലാത്ത മക്കള് കേവലമായ ശാസ്ത്രീയമായ കുറെ തിയറികളും മിഥ്യാസങ്കല്പങ്ങളുമായി അതിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട കുറെ ഡിഗ്രി പേപ്പറുകളും തലയണയായി വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നു, സീരിയൽ കണ്ടുകൊണ്ട്. അവിടെ അതാ ട്രൗസർ വാലന്മാർ വീടുകളിൽ നിറഞ്ഞൊഴുകുകയാണ്. വാപ്പ അതിന് കൂട്ടുനിൽക്കുകയാ. അങ്ങനെ ന്യൂ ജനറേഷൻ സംസ്കാരത്തിന്റെ വെരി ഹാപ്പി ലൈഫിലായി ദീനിന്റെ സംസ്കാരത്തെ കളഞ്ഞു കുളിക്കുന്ന സമൂഹമേ, നമ്മുടെ ലോകത്തേക്കിതാ അത് പഠിപ്പിക്കാൻ ഒരു ഭവതി, ഒരു മഹദി കടന്നു വരികയാണ്. ആയിഷത്തു സിദ്ദീഖ, എടാ അബ്ദുള്ള, എന്റെ കയ്യെ പിടിച്ചു വെക്കുമെന്ന് പറയാ. നീ ആരാണ് അബ്ദുള്ള? നീ എന്റെ അനുജത്തിയുടെ മകനല്ലേ, ഞാൻ എന്റെ ഉമ്മയല്ലേ? ഉമ്മയായ എന്റെ കൈ പിടിച്ചു കെട്ടാൻ നീ ആരാണടാ? അതുകൊണ്ട് നിന്നോട് ഞാൻ മിണ്ടൂല. അബ്ദുല്ലാഹിബ്നു സുബൈർ ചെറിയ ആളൊന്നുമല്ല, വലിയ ആളാണ്, സ്വർഗത്തിലും വലിയ ആളാണ്, ഒരു സംശയമൊന്നുമില്ല. അസ്മാ ബി റളിയല്ലാഹു തആല അൻഹ ആയിഷ ബിയുടെ ജ്യേഷ്ഠത്തി അനുജത്തിയാണ്. കണ്ണ് കാണാത്ത സമയമാണ്. ആ സമയത്താണ് അബ്ദുല്ലാഹിബ്നു സുബൈർ അള്ളാഹിനെ കയറി എന്നിട്ട് പറഞ്ഞു, അമ്മ ഞാൻ മരിക്കാൻ പോകണെന്ന്. മരിക്കാൻ പോവാ എന്തേന്ന് വെച്ചു. ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, പോലീസുകാർ എന്നെ തെരഞ്ഞെടുക്കുകയാണ്, ഏതാനും സമയം കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്ന. കാരണം നന്മയ്ക്ക് വേണ്ടി പ്രസംഗിച്ചതാണ്, ധർമ്മത്തിന് വേണ്ടി സമരം ചെയ്തതാണ്. ഭരണാധികാരിക്ക് അത് പിടിച്ചില്ല. രാഷ്ട്രീയ പ്രക്ഷോഭകാരികൾ ബഹുമാനപ്പെട്ടവരെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ കണ്ണു കാണാത്ത ഉമ്മയുടെ അരികിൽ വന്ന് പറയുകയാണ്, ഉമ്മ, ഇത് നമ്മുടെ അന്ത്യസംഗമമാണ്, ഇനി ഞാൻ എന്റെ ഉമ്മാന്റെ മുഖം കാണൂല. കണ്ണ് കാണാത്ത ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ കേൾക്കണേ, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളുടെ പാരമ്പര്യ സുഹൃതത്തിന്റെ, ഈമാനിന്റെ സുഗന്ധത്തിന്റെ, തൗഹീദിന്റെ നറുമണത്തിന്റെ ആഴവും പരപ്പോ ഉൾക്കൊള്ളാൻ ഈ പരിശുദ്ധ റമളാനിന്റെ മധ്യവത്തിന്റെ പട്ടാപ്പകലിന്റെ മജ്ലിസുൽ ഇൽമിന്റെ മഹത്തായ സന്ദർഭത്തില് മനസ്സിന്റെ ചിന്താബോധതലങ്ങളുടെ വാതായനങ്ങൾ ഈ കൊച്ചു മുതല്ലിമായ എന്റെ മുമ്പിൽ നിങ്ങളൊന്ന് തുറന്നു വെക്കുമോ പ്രിയപ്പെട്ടവരെ? മഹദിയായ അസ്മാ റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട മോനോട് പറയുകയാണ്, അബ്ദുള്ള, അതിന് എന്തിനാണ് ഉമ്മാന്റെ കുട്ടി കരയുന്നത് മോനെ? അതിനെന്തിനാണ് അജി കരയണെന്ന് വെച്ച്? മരിക്കണേന് എന്തിനാ ഒരു ഉമ്മ മോനോട് ചോദിക്കാൻ, മരിക്കണേന് എന്തിനാ അജി കരയണെന്ന്? അപ്പോ എന്തിനാ കരയണത് അത് പറയും. മറുപടി കിട്ടിയില്ല. എന്നിട്ട് ഉമ്മ ചോദിച്ചു, മോനെ കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് നെഞ്ഞത്തിങ്ങനെ ഒഴിഞ്ഞിട്ട് ചോദിച്ചു, ഉമ്മാന്റെ കുട്ടീനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഉമ്മാന്റെ കുട്ടി ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ പോലീസുകാർ അന്നാണ്ട് കൊന്നിട്ടില്ല എന്ന് കൂട്ടുക, നജി മരിക്കൂലേ? എന്താണ് ആ ചോദ്യം? ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ പോലീസുകാര് അന്നെ കൊന്നില്ലാന്ന് കൂട്ടുക, നജി മരിക്കൂലേ? മരിക്കും. കൊന്നാലും മരിക്കും. പക്ഷെ കൊന്ന് മരിച്ചാൽ ഷഹീദായി മരിക്കും, കൊല്ലാതെ മരിച്ചാൽ ലോക്കൽ മരണം. ഏതാ അമ്മാന്റെ കുട്ടിക്ക് വേണ്ടതെന്ന് വെച്ച്. എന്താ റബ്ബേ,
പെണ്ണുങ്ങളുടെ മനസ്സ് ഇങ്ങനായാൽ ചരിത്രം പടച്ചവനെ അവരെ എന്നും പോറ്റുകയില്ലേ, എന്നും അവരെ പൂവിട്ട് പൂജിക്കുമല്ലോ. ഏതായാലും മരിക്കുന്നും മാക്കറിയാം. അപ്പനി എന്താ ചെയ്യേണ്ടത്? മോനെ മേത്തേക്ക് വന്നിട്ട് നിലമ്പളിയും കൂടിയിട്ട് ചെയ്ത്താൻ പൂക്കളക്കല്ലേ വേണ്ടത്. ഏതായാലും വലിയ പരീക്ഷണത്തിക്ക് പോവാം. അവിടെ തസൗഫിന്റെ കോഴ്സ് കൊടുക്കുക, കോച്ചിങ് കൊടുത്തിട്ട് ആ കോഴ്സ് പൂർത്തിയാക്കി കൊടുക്കുക. മരിക്കുന്നതിന്റെ മുമ്പ് വലിയൊരു കോഴ്സ് പൂർത്തിയാക്കുകയാണ്. അത് തവക്കുലിന്റെ കോഴ്സാണ്. മോനെ അബ്ദുള്ള ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ പോലീസുകാരി നിന്നെ കൊന്നില്ലെങ്കിൽ നീ മരിക്കൂലേ? മരിക്കുമല്ലോ. ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ, ധർമ്മം പറഞ്ഞതിന്റെ പേരിൽ, നന്മ നടപ്പിലാക്കിയതിന്റെ പേരില് ശത്രുക്കളാ നീ കൊല്ലപ്പെട്ടാൽ നാളെ പാലാറ് വീഞ്ഞാറ് കളകളാരവം മുഴക്കിയൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തില് ശ്രോതാക്കളിൽ നീ പാറിക്കളിക്കുന്ന പൈങ്കിളിയായിട്ട് മാറുമല്ലോ. അല്ലാതെ മരിച്ചാൽ ഒരു ലോക്കൽ മരണമല്ലേ ഉള്ളൂ. ഉമ്മാന്റെ കുട്ടി കരയണ്ട. ഈ ആളാണ് അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ചെറിയ ആളൊന്നല്ല. പക്ഷെ ആയിഷ ബി അതൊന്നും ഇങ്ങനൊക്കെ വലിയ ആളാണ്. ലാസ്റ്റ് സമയത്താണ് അതൊക്കെ ഉണ്ടായതെങ്കിലും എന്നാലും ജീവിത രീതി സത്യസന്ധമായ ഉദാത്തമായ ശൈലിയിൽ സമുന്നതമായ ആത്മീയ സ്വഭാവത്തിലെ രാജനാണ്. പക്ഷേ എന്നോട് ആവശ്യമില്ലാതെ അന്യായമായി കളിച്ചാൽ ഞാൻ പിടികൂടും. അതാണ് ആയിഷ ബിയുടെ മനസ്സ്. അത് പലപ്പോഴും ചരിത്രത്തിൽ കാണുന്നുണ്ട്. ചെറുപ്പത്തിലെ അന്വേഷണ തൃഷ്ണയുള്ള പെണ്ണാണ്, അന്വേഷണ തൃഷ്ണയാണ്, പഠിക്കാൻ വലിയ ഉത്സാഹമാണ്. റസൂലുള്ളാഹിന്റെ ദാമ്പത്യ മലർവാടിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ആയിഷ റളിയല്ലാഹു തആല അൻഹാ പല മണിക്കൂറുകളും ഉപയോഗപ്പെടുത്തിയത് സംശയം ചോദിക്കാനാണ്. ഉമ്മമാരെ കേട്ടോളൂ, പെങ്ങന്മാരെ കേട്ടോളൂ. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കൊതിച്ചാൽ അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും കൊതിക്കുകയാണ്. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹല്ലാഹു ലിഖാഅഹു. ആരെങ്കിലും അള്ളാഹിനെ കാണാൻ വെറുപ്പുണ്ടെങ്കിൽ അള്ളാഹ് അവനെയും കാണണ്ട എന്ന് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഈമാനിന്റെ ദാർഢ്യതയുടെ സമുന്നതമായ സ്വഭാവത്തിൽ ഇരിപ്പിടം കിട്ടിയിട്ടുള്ള ഏത് മനുഷ്യനോ മരിക്കാൻ കൊതിക്കുന്നവനാണ്. അല്ലാത്തവൻ മരിക്കാൻ മടിക്കുന്നവനും വെറുക്കുന്നവനുമാണ്. നബിയുനാ റസൂലുള്ളാഹി മരണത്തെ കാമുകനായി സ്വീകരിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് പരലോകത്തെത്തുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമുക്ക് ഇടം നൽകട്ടെ. മരണമേ നീ എന്നെ മാടി വിളിച്ചു, കാമുകനായി ഞാൻ നിന്നിലോയിച്ചു. ഈ പരിശുദ്ധ റമളാനിൽ നോമ്പൊന്നിന് കാരക്ക് തിന്നുകൊണ്ട് നോമ്പ് തുറന്നവന് ചിരിച്ചുകൊണ്ട് മരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്താഴത്തിന് എണീറ്റുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് വെള്ളം കുടിച്ച് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി ഒലു ചെയ്തുകൊണ്ട് തിരിച്ചു വന്ന് മുസല്ലയിൽ ഇരുന്ന് ചിരിച്ചു മരിച്ച ആദിക്കയില്ലേ. പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി നോമ്പ് തുറപ്പിച്ചുകൊണ്ട് ഒരുപാട് കുടുംബക്കാരെയും ഉറ്റവരെയും ഉടയവരെയും നോമ്പ് തുറപ്പിച്ച് അവസാനം തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്ന് സൈലന്റ് അറ്റാക്കുമായി പരലോകത്തേക്ക് പുഞ്ചിരിച്ചുറക്കെ ദിക്റ് ചൊല്ലി പാറിപ്പോയ ശുദ്ധ നാടന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കുമൊന്ന് ചിരിച്ചു മരിക്കണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു ഇത് തുറക്ക് കുട്ടികളെ, ഈ സ്റ്റേജിലുള്ള തുറക്ക് അങ്ങോട്ടല്ല എനിക്കുള്ള തുറക്ക്. ഇതൊക്കെ കൂടി കൊടുന്ന് വെച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ വാട വാങ്ങിയ ജായിസാവോ അതൊക്കെ. അപ്പോ അങ്ങനെ തുറക്ക് നിങ്ങൾ സാധനം ഇല്ലേ ചില കളിപ്പിക്കാൻ. ചിരിച്ച് മരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ ഇവിടെ നീ വച്ച പൊന്തിയത് ചിരിച്ച് മരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി വരെ കൈ ഇങ്ങോട്ട് വരുന്നതിനെ തൊട്ട് അള്ളാന്റെ കാത്തിരക്ഷിക്കും ചെയ്യട്ടെ. എന്ത് ആമില്ലാത്ത ഇനി വരെ കൈ ദിമക്ക് വരുന്നതിനെ തൊട്ട് അള്ളന്നെ കാക്കട്ടെ. കാരണം നിങ്ങൾക്കല്ല എനിക്കും നോമ്പ് തന്നെയാണ്. എനിക്ക് കഴിഞ്ഞിട്ട് വേറെയും പരിപാടിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഉഷാറില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. അതുകൊണ്ടാണ് അപ്പൊ അവർ ഉഷാറാക്കി. അപ്പൊ അവരിങ്ങനെ പിശുക്ക് വെച്ച് ഇങ്ങോട്ട് തുറന്നിട്ട് അപ്പൊ എനിക്ക് സുഖമായി. അതാണ്
അപ്പോ പറഞ്ഞു വന്നത് ആയിഷാബിയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് റസൂലുള്ളാഹിനോട് ഇങ്ങനെ ഒരു സംശയാതാല്ലോ. എന്നിട്ട് എന്താ എങ്ങനെ പറഞ്ഞപ്പോ റസൂലുള്ളാഹി ആയിഷാബി പറഞ്ഞു, അപ്പൊ നബിയെ മരിക്കാപ്പ എനിക്കും മടിയാണല്ലോ. അപ്പൊ ഞാനിപ്പോ ആ കൂട്ടത്തിൽ കൂടുവന്ന്. അപ്പൊ ചോദിച്ചു, മരിക്കാപ്പ എനിക്കും മടിയാണല്ലോ, പേടിയാണല്ലോ, അപ്പൊ ഞാനോ കൂടുതൽ വിടും. അപ്പോഴാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ആയിഷ അതിനീ കരുതിയതുപോലെയല്ല. മരിക്കാന് മുഅ്മിനീങ്ങൾക്കും പേടിയുണ്ടാകും, മടിയുണ്ടാകും. അതിന് കാരണോ അവരുടെ കയ്യിൽ വിഭവങ്ങളില്ല എന്ന ചിന്തയാണ്. എന്നാലും ഈമാനും അമലും സ്വാലിഹുമുള്ള ആളുകൾ പടച്ചവനെ പരലോക സ്വർഗീയ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ട് കാണുന്ന ലിഖാഇന്റെ അവർണ്ണനീയമായ അവാച്യമായ ഭാവനകൾക്കതീതമായ ആനന്ദ തുന്തിലമായ ഏറ്റവും വലിയ സുഖത്തിന്റെ ആറാടുന്ന സംഭവങ്ങളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ. ഇതിങ്ങനെ റബ്ബിനെ കാണുന്ന പരലോകത്തെ പ്രതാപത്തെ കുറിച്ച് പറയുമ്പോ, പരലോകത്തെ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ, വിതരപ്പെട്ട മുത്തുകളെ പോലെയുള്ള ഹൂറിലീങ്ങളെ കുറിച്ച് പറയുമ്പോ, ആയിഷ മുഅ്മിനീങ്ങളുടെ മനസ്സ് സന്തോഷിച്ചുകൊണ്ട് അവിടെ ഒന്ന് എത്തിയാൽ മതിയായിരുന്നു എന്ന് കൊതിക്കുന്നതാണ്. അതാണ് ഹദീസിന്റെ പൊരുള് ആയിഷ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു തആല അവരെ സെറ്റിംഗ്സിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും. ഉഷാറാക്കിക്കണം. അതുകൊണ്ട് അള്ളാഹു തആല അവരെ സെറ്റിംഗ്സിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയും. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ എന്താണ് ആ ചോദ്യം? എന്താ അപ്പൊ ആ മറുപടി എന്താ? അതിനൊരു വലിയ വിശാല രൂപപ്പെണ്. പിന്നെ ആയിഷാവിന്റെ പണി ഇതൊക്കെ ചരിത്രത്തിനോട് പറഞ്ഞു കൊടുക്കുക. 10,000 പ്രസ്താവനകളാണ് വൈജ്ഞാനിക ലോകത്ത് ആയിഷായുടെ സംഭാവന റളിയല്ലാഹു അൻഹ. 10,000 പ്രസ്താവനകൾ. അതിൽ 2000 ചില ഹദീസ് സഹിഹാണ്, 100 ചില ഹദീസ് ബുഖാരി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്. ചിന്തിക്കണേ, ചിന്തിക്കണേ. ഈ പെണ്ണൊരുത്തിയെ കുറിച്ച് പഠിക്കണേ ഉമ്മമാരെ. പിന്നെ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പിണക്കിടക്കുണ്ടാലുണ്ട്. ഖദീജാബി റസൂലും കൂടി പിണങ്ങിയിട്ടില്ല, അത് ശരിയാ. 25 കൊല്ലം എന്നെ എന്നും അത്ഭുതപ്പെടുത്തിയൊരു സംഗതിയാണ്. 25 കൊല്ലം റസൂലുള്ളാന്റെ കൂടെ ഭാര്യയായിട്ടുണ്ടായിട്ട് തമാശക്ക് പോലും ഒരു മൈക്രോ സെക്കൻഡ് മുത്ത് ഹബീബും ഖദീജയും കൂടി പിണങ്ങിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹാ. ആ മാർക്ക് ആയിഷാബിക്കില്ല. ആയിഷാബി ഇടക്കിടക്ക് പിണങ്ങലുണ്ട്. മസ്ലഹത്തിന് വരില്ല. ആരാ അറിയോ? സിദ്ദീഖ് റളിയല്ലാഹു. ഒരിക്കലും മസ്ലഹത്തിന് വന്നു. ബാപ്പയാണ് മസ്ലഹത്തിന് വന്നത്. മസ്ലഹത്തിന് വന്നിങ്ങനെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ഇപ്പൊ വിഷയം അവതരിപ്പിക്കണോ ചോദിച്ചത്. സംഗതി കൊണ്ട് എന്താ സംഗതി എന്ന് മനസ്സിലാണ്ടേ? ആരാണ് പിന്നെ ബാപ്പനോട് ആരാണ് വിഷയം പറയണെന്ന് വെച്ചു. ആയിഷാബി പറഞ്ഞു, നമ്മളെന്നെ പറഞ്ഞോളി, ഉള്ളത് ഉള്ളതുമാതിരി പറഞ്ഞാൽ മതി. ഉള്ളതുമാതിരി പറഞ്ഞാൽ മതി. പറയാങ്ങൾ പറഞ്ഞോളി, ഉള്ളതുമാതിരിയാണ് പറഞ്ഞാൽ മതി. പിന്നെ മസലത്തൊന്നുമല്ല, വാപ്പാന്റെ സ്വഭാവം കൊണ്ട് പറയില്ലേ, തിരിഞ്ഞിട്ട് കാരനെ കുറ്റി ഉള്ളതുമാതിരി പറയാൻ പറഞ്ഞു റസൂലുള്ളാഹിനോടോ. റസൂൽ ഇല്ലാത്ത പറയുന്ന ആളാ. സിദ്ദീഖ് ഇങ്ങനെ ക്ഷോഭായില്ലേ? കാരണം സിദ്ദീഖിന്റെ കൽബിൽ അതാണ് മുഹമ്മദ് മുസ്തഫ. ഉള്ളതുപോലെ പറയാനോ. പിന്നെ മസലത്തൊന്നും വേണ്ടിയില്ല. അടി കിട്ടിയിട്ട് തിരിഞ്ഞിങ്ങോട്ട് കറങ്ങി പായിഷ. പിന്നെ റസൂൽ അങ്ങനെയാണ് പിടിച്ച് മടിയിലെത്തി. ഞാൻ ഉണ്ടായതുകൊണ്ടല്ലേ രണ്ടാമത്തെ പൊട്ടാതിരുന്നത് ചോദിച്ചാൽ അതിലൂടെ മസലത്തായും ചെയ്തു. ഞാനെങ്ങാനും അവിടെ അല്ലെങ്കിൽ എൻ്റെ പല്ല് തെറിക്കൂല ആയിഷ. അതോടെ മസലത്തായും ചെയ്ത്. അങ്ങനെ മസലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരിക്കല് പലഹാരത്തിന്റെ പാത്രേറ്റ് വന്നു മുഹമ്മദ് മുസ്തഫ. കൈ കൊടുത്തപ്പോ എന്തെയ്യുന്നാരോ കുറച്ച് ആൾക്കാരോടെ ഉണ്ടായിരുന്നു. ആ പാത്രം വാങ്ങിയിട്ട് ഇട്ടാണ് പൊട്ടിച്ചു. പലഹാരങ്ങളൊക്കെ പാത്രം തീർച്ചാണ്ട് പോയി. പാത്രം പിടുകൂടോ പൊടിഞ്ഞും പോയി. നമ്മളാണെങ്കിൽ എന്തായിരിക്കും അപ്പോഴത്തെ സ്ഥിതി? നമ്മൾ ഭാര്യയൊക്കെ ഹോട്ടലിൽ നിന്ന് ഒരു 5-8 പൊറാട്ടയും ബീഫും ഒരു കുറ്റി പുട്ടും കുറച്ച് കടലയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ വരിക. അട്ടിപ്പാത്രം പോലെയിലുണ്ടായിരുന്നു. അതിൽ തന്നെ സാധനങ്ങൾ വെച്ചും ചെയ്തിട്ടുണ്ട്. കൈക്കലാണ്ട് കൊടുത്തപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് കൊലായ്മ കണ്ട് എറിഞ്ഞാല് പാത്രം അവിടെ എത്തുന്നതിന് ബോൾ പേരയിലെത്തും. അതുണ്ടായാലും തീരുമാനം വേഗാവും. എന്താ മറ്റുള്ള ആളുകളും കൂടി അവിടെ ഉണ്ട്, പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട്. പുറത്തുനിന്നുള്ള ആളുകളും കൂടി ഉണ്ട്. പക്ഷെ സമർത്ഥമായി ഇടപെട്ടു മുഹമ്മദ് മുസ്തഫ. ഈടെ അടുത്ത് ഞാനൊരു ഭാര്യ ഭർത്താവിന്റെ ഇടയിലുള്ള പണക്കം തീർക്കാൻ മസ്ലഹത്തിന് പോയിരിക്കുകയാണ്. അപ്പൊ എന്നോട്
ഭർത്താവ് ഇങ്ങനെ ഭാര്യയെക്കുറിച്ച് കുറെ പരാതി പറഞ്ഞു. അത് എന്നോട് മാത്രമല്ല നാട്ടുകാരോട് മൊത്തം പറയലുണ്ട് എന്ന് എനിക്കറിയാം. ഇയാളാണെങ്കിലോ കുറച്ചൊക്കെ പഠിച്ചൊരു ആലിമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒരു ഭാര്യന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു അമളി വന്നാൽ നിങ്ങൾ തലയെക്കെട്ടുള്ള ഒരു ആലിമും കൂടിയല്ലേ, നിങ്ങൾ പഠിച്ച ഇൽമനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? കല്യാണ പന്തലിൽ പോയിരുന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടത്, എൻ്റെ പെണ്ണുങ്ങൾ അങ്ങനെ, എൻ്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ, സൽക്കാര സദസ്സിൽ നോമ്പറക്കാൻ പോകുമ്പോഴൊക്കെ കാരക്കത്ത് തന്നെ കഴിയുമ്പോൾ പെണ്ണിന്റെ ഇറച്ചി നിന്നാ വേണ്ടത്, ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യൽ? ഞാൻ ഈ സംഭവമാണ് അയാളെ മുമ്പിൽ എടുത്ത് ഉദ്ധരിച്ചത്. അപ്പൊ അയാളെ കണ്ണിൽ വെള്ളാണ് നിറഞ്ഞത്. നിങ്ങളെ ഭാര്യ ആയിഷ ബീവിയെ വെല്ലുന്ന സൽസ്വഭാവിയല്ല, റസൂലുള്ളാഹിന്റെ സഹധർമ്മിണി ആയിരിക്കെ, സിദ്ദീഖുൽ അക്ബറിന്റെ പ്രിയപുത്രി ആയിരിക്കെ, 10,000 വൈജ്ഞാനിക പ്രസ്താവനകളുടെ സ്വാഹിബത്ത് ആയിരിക്കെ, വലിയ ആബിദയും വലിയ ആലിമയും ആയിരിക്കെ, അള്ളാന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കയ്യിൽ നിന്ന് പലഹാരത്തിന്റെ പാത്രം വാങ്ങി എറിഞ്ഞു ഉടച്ചത് ആയിഷ ബീവിയാണെങ്കിൽ നിങ്ങളെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് സഹിച്ചുകൂടെ, ക്ഷമിച്ചുകൂടെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈമാനുള്ള ആലിമിന്റെ കണ്ണിൽ വെള്ളം നിറയുന്നത് ഞാൻ കണ്ടിരുന്നു. നിങ്ങളെ നോക്കി പറയാൻ കാരണം എന്താരോ, നമ്മളും കുറച്ചൊക്കെ അങ്ങനെ ക്ഷമിക്കണം. നിങ്ങളെ നോക്കാതെ ഞാൻ ഒന്ന് പറയാം, ഇത് കേട്ടിട്ട് എങ്ങനെ നോമ്പറക്കുമ്പോ ഭത്തൊക്കെ കൂടി ഭർത്താവിന്റെ മേത്ത് കയറിയാ നിൽക്കണ്ട. ക്ലാസ് വലിച്ചിക്കണോന്നൊന്ന് പരിശോധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും പായസം സമൂസയും കൂടി കൂട്ടിയിട്ട് ആയിഷാബി എറിഞ്ഞാരി എറിയാൻ നിൽക്കണ്ട. അവിടെ പിന്നെ നോമ്പറ മാത്രമല്ല വേറെ പല സംഗതികളും ഉണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതിന് ശരിക്കാൻ പറ്റൂല. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് മാതൃകക്ക് വേണ്ടിയാണ്. ആയിഷ ബീവി മാതൃകാ വനിതയാണ്. മാതൃകക്ക് വേണ്ടി പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വൈജ്ഞാനികമായ അന്വേഷണ തൃഷ്ണ മൂർച്ചയുള്ള ഭവതിയായിരുന്നു. ഒരിക്കൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, മൻ ഹൂസിബ, കേട്ടോളൂ, മൻ ഹൂസിബ ഉദ്ദിബ, മൻ ഹൂസിബ ഉദ്ദിബ. ആയിഷ, പരലോകത്ത് വിചാരണ അങ്ങോട്ട് നടന്ന എല്ലാരും അദാബിലാവുന്നത്, വിചാരണയിൽ കുടുങ്ങിയ അദാബനായിരിക്കുന്നത്. ഉടനെ ആയിഷ ബീവി ചോദിച്ചു, അപ്പൊ ഹിസാബൻ യസീറയില്ല നബിയേ, ലളിതമായ വിചാരണയില്ലേ? അങ്ങനെ ലളിതമായ സൈലന്റായ വിചാരണയ്ക്ക് വിധേയരാക്കുന്നതും ഉദ്ദിബ എന്ന കൂട്ടത്തിൽ പെടുമോ നബിയേ? ഉടനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് മുത്ത് ഹബീബിന്റെ പ്രതികരണമാണ്, അതല്ല പറഞ്ഞത്. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള സകലമാന നിയമത്തുകളോ, നമ്മൾ അള്ളാന്റെ മുമ്പിൽ ചെയ്തിട്ടുള്ള തെറ്റുകളും ശുക്രിന്റെ അഭാവോ ഒക്കെ ഒന്ന് നിരത്തിയിട്ട് നമ്മുടെ ആയുസിന്റെ ഓരോ അനക്കടക്കോതുക്ക പ്രവർത്തന പ്രവണതകളോ ഓരോന്നും ഇതളുമാറ്റി പ്രത്യേകമായി പരലോകത്ത് പടച്ചവനങ്ങ് പോസ്റ്റ്മോർട്ടം ചെയ്താൽ എല്ലാരും കത്തിക്കാളുന്ന നരകത്തിൽ പോകും ആയിഷ. അല്ലാതെ ലളിതമായ വിചാരണയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൻ യദ്ഖുല അഹദുകും ബിഅമലിഹി, ഒരാളും അവന്റെ പ്രവർത്തനം കൊണ്ട് സ്വർഗ്ഗത്തിലെത്തൂല. നബിയുനാ റസൂലുള്ളാഹി പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളില്ലാതെ ഉണങ്ങിയ കുടലുമായി എരിവരു കൊള്ളുന്ന വയറുമായി വറ്റിവരണ്ട തൊണ്ടയുമായി പ്രദോഷ സമയത്ത് അസ്തമാന സൂര്യന്റെ മങ്ങിയ പ്രഭയും കഴിഞ്ഞുകൊണ്ട് മഗ്രിബിന്റെ ബാങ്കുലി മുഴങ്ങുമ്പോ നന്നായി കഴിച്ചുകൊണ്ട് ഏമ്പക്കം വിട്ട് കടന്നിറങ്ങുന്ന പ്രിയപ്പെട്ടവരോ, ഈ പരിശുദ്ധ റമളാനും വന്നുകൊണ്ട് പടച്ചവന്റെ മുമ്പിൽ സമർപ്പിക്കാൻ നമുക്ക് ആകെയുള്ള അമല് കേവലമായ മണിക്കൂറുകളിൽ ഒതുങ്ങിയ പട്ടിണിയും ദാഹവും മാത്രമല്ലേ? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനി 10,000 ഹത്തം നിർത്താലും നമ്മുടെ ഹത്തും സ്വലാത്തും സ്വതക്കൊന്നും സ്വർഗത്തിലെത്തിക്കൂല, ഉറപ്പാണ്. വെറുതെ പറയാം. പിന്നെന്താ, നല്ല അമലേറ്റൊക്കെ അങ്ങനെ പോകുമ്പോ ഒരു സമാധാന. ഇപ്പൊ മരിച്ചാൽ അൽഹംദുലില്ലാ എന്നുള്ളൊരു സമാധാന. അല്ലാതെ അമലുകളൊന്നും ഒരാളെ എവിടെ എത്തിക്കൂല. അങ്ങനെ ഒന്നും ആരും ബമ്പ് പറയണ്ട. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചിട്ട് മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാര് സംശയം ചോദിച്ചാൽ ലൗഹുക്ക് നോക്കിയിട്ട്, കിതാബ് നോക്കിയിട്ട് ആലിമീങ്ങൾ പറയും പോലെ ലൗഹുക്ക് നോക്കിയിട്ട് മറുപടി പറയുന്ന വലിയ ആലിമീങ്ങളുണ്ട്. പലരും മരിച്ചത് കാഫിര്യങ്ങളായിട്ടാണ്. എന്നാൽ പെണ്ണിനെ വ്യഭിചരിക്കാൻ വേണ്ടി പോകുന്നതിനിടയിൽ ഒരു വാല് കേട്ട് നന്നായി ഒരു വക്ത് പോലും നിസ്കരിക്കാതെ മരിച്ച ആള് സ്വർഗത്തിലാണ്. അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിലെത്തിക്കട്ടെ.
ഞാൻ എൻ്റെ റമദാൻ പ്രഭാഷണത്തിന്റെ ആദ്യ ദിവസം പ്രസംഗിച്ചൊരു സംഗതി ഉണ്ട്, പലരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ കേൾക്കാത്ത കുറെ ആളുകളുണ്ടാവും. റമദാനാണ്, നാവ് നന്നായിട്ട് ശ്രദ്ധിച്ചോളി. ആയിഷാബിയുടെ അബ്ദുല്ലാഹിബ്നു സുബൈറിനെ നേരത്തെ പഠിപ്പിച്ചിട്ട് നാവ് ശ്രദ്ധിക്കാനാണ്. ഈ സാധനം ശ്രദ്ധിക്കാത്തവന് ഒരു നോമ്പുമില്ല, ഓനൊന്നുമില്ല. വല്ലതും പരലോകത്ത് അവൻ ചെയ്തത് സ്വീകരിക്കപ്പെട്ടുണ്ടെങ്കിൽ ഈ സാധനം അതൊക്കെ അങ്ങോട്ട് അരിഞ്ഞെടുക്കും. അരിവാളുകൊണ്ട് പുല്ലരിയും പോലെ നാവുകൊണ്ട് അമലൊക്കെ അങ്ങനെ അരിഞ്ഞ് അവസാനം ഒരു കുറ്റി ഉണ്ടാവും, അത് നരകത്ത് കണ്ട് വലിച്ചേറും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മലപ്പുറം ജില്ല കണ്ട ഒരു വലിയ മുതലാളിന്റെ പേര് ഞാൻ പറയട്ടെ, ഉണ്ണി മൊയ്തീൻ മുതലാളി. ഉണ്ണി മൊയ്തീൻ മുതലാളിയെ 80 വയസ്സുള്ള ആളുകൾക്ക് ഇതിലറിയാം. ഉണ്ണി മൊയ്തീൻ മുതലാളിയുടെ വലിയ ഫണ്ട് കൊണ്ടാണ് താനൂർ ഇസ്ലാമുലും കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ ഉണ്ണി മൊയ്തീൻ മുതലാളിയുടെ ഫണ്ട് ഉണ്ട്. ഉണ്ണി മൊയ്തീൻ മുതലാളിയാണ് മലപ്പുറം ജില്ലന്റെ ഉള്ളിലും പുറത്തും കുറെ മുദരിസുമാർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് ശമ്പളം കൊടുത്തിരുന്നത്. ഉണ്ണി മൊയ്തീൻ മുതലാളിയാണ് ഒരുപാട് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത്. ഉണ്ണി മൊയ്തീൻ മുതലാളി ഒരു പണ്ഡിതനല്ല, പക്ഷേ പണ്ഡിതനല്ലെങ്കിലും തലയെക്കെട്ട് കെട്ടിയിട്ടാണ് നടന്നിരുന്നത്. കന്തൂറ ധരിക്കാതെ പുറത്തിറങ്ങൂല. ഉണ്ണി മൊയ്തീൻ മുതലാളിയാണ് മലപ്പുറം ജില്ലയിൽ എന്റെ അറിവിൽ ആദ്യമായി മാരുതിക്കാറിൽ സഞ്ചരിച്ചത്. എന്റെ അന്വേഷണത്തിൽ ആദ്യമായി മലപ്പുറം ജില്ലയില് ഫോൺ ഉപയോഗിച്ചത് ഉണ്ണി മൊയ്തീൻ മുതലാളിയുടെ വീട്ടിലാണ്. ഉണ്ണി മൊയ്തീൻ മുതലാളിയുടെ മാരുതിക്കാറിന്റെ കാർ പാർക്കിംഗ് മാളികയുടെ മുകളിലാണ്. അങ്ങോട്ട് റോഡ് കെട്ടിയതാണ്, അവിടെ കൊണ്ടുപോയി ഓടിച്ചിട്ടാണ് നിർത്തല്. ലക്ഷങ്ങളുടെ ധനാഢ്യനാണ്, കോടികളുടെ കോടീശ്വരനാണ്, ഒരുപാട് നന്മകൾ ചെയ്യുന്നവനാണ്, ഒരുപാട് ധർമ്മങ്ങൾ ചെയ്യുന്നവനാണ്, ഒരുപാട് സ്വതക്കയിൽ മുന്നിലാണ്. പല പാവങ്ങളെയും കെട്ടിക്കുന്നതിൽ ഉണ്ണി മൊയ്തീൻ മുതലാളി മുന്നിലാണ്. എല്ലാ യതീംഖാനയിലും ഉണ്ണി മൊയ്തീൻ മുതലാളിയുടെ അരിച്ചാക്ക് കാണോ. പക്ഷേ ഈ ഉണ്ണി മൊയ്തീൻ മുതലാളി മരിച്ചത് അമ്പലത്തിലെ പൂജാരിയായി കാഫിറായിട്ടാണ്. നാവ് ശ്രദ്ധിക്കാൻ മടിയില്ലാത്ത നോമ്പുകാര്, ഞാൻ ഈ പറയുന്ന റിപ്പോർട്ട് ഞെട്ടലോടെ കേൾക്കണേ. ഇതൊക്കെ ചെയ്ത ഉണ്ണി മൊയ്തീൻ മുതലാളി മരിച്ചത് ഹിന്ദു ആയിട്ടാണ്. കാരണം എന്താ നിങ്ങള് ഈ സാധന ഇതിങ്ങോട്ട് പുറത്തു അടിച്ച ആവശ്യമില്ല. അത് വലിയൊരാൾക്കെതിരായി, അതാ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു പ്രസംഗത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർ വിളിച്ചിരുന്നു, നിങ്ങൾ എവിടെയെങ്കിലും 4 ആളെ കൂടിയെടുത്തൊക്കെ ഇത് പറയണം, എന്നാ നാവൊന്ന് അടക്കിച്ചോളൂ. അതുകൊണ്ട് രണ്ടാമത് ഞാൻ ഇവിടെ പറയാം. കാരണം എന്താ അറിയോ, കുട്ടിമൊയിലേര് നാട്ട് വലിയൊരു മഹാണ്ടായിരുന്നു. കുട്ടിമൊയിലേര് അറിയില്ലേ? ചോക്കത്തൂലേർക്ക് അറിയില്ല, കേട്ടില്ലേ? കുട്ടിമൊയിലേര് ഫൽഫരി ബാക്കിയാത്തിലൊക്കെ പ്രിൻസിപ്പളായിരുന്നു, വലിയ ആളായിരുന്നു. ബാക്കിയാത്തില് അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന പയ്യുണ്ട്, കുട്ടി. ആ കുട്ടിനോട് എപ്പോഴും പറയും, റൂം തുറന്നിട്ട് വരുമ്പോ ഒന്ന് മുട്ടിയിട്ട് വരുവേണ്ടി, അല്ലെങ്കിൽ പേടിയാവുന്നു. ഒരിക്കലും ഉസ്താദിനെ ഖിദ്മത്ത് ചെയ്ത് കൊടുക്കാനുള്ള അത്യാർത്ഥിയിൽ റൂം മുട്ടാതെ തുറന്നപ്പോ അവിടെ വലിയ താടിയും തൊപ്പരയൊക്കെ ഉള്ള ആളുകൾ ഉസ്താദിന്റെ താഴെ നിന്നിട്ട് ഇങ്ങനെ ദർസ് കേൾക്കുകയാണ്. കുട്ടി പേടിച്ചു, കാരണം അങ്ങനത്തെ ഒരാളുകൾ അവിടെ കണ്ടിട്ടില്ല. പിന്നെ നോക്കിയപ്പോൾ ആൾക്കാരെ കാണാനില്ല, നോക്കുമ്പോ ജിന്നകളാണ്. ഇതാണ് കുട്ടിമുല്ല. കുട്ടിമുല്ലരെ പ്രത്യേകത പറയാൻ വേറെയും കുറെ ഉണ്ട്. തേനമൂലരെ കേട്ടിട്ടില്ല? തേന് കേട്ടിരുന്നു. എന്നാ നമുക്കൊരു മൂല്യനായിട്ട് ഫിറ്റ് ചെയ്താണ്. പിന്നെ അതും കേൾക്കാത്തങ്ങളോട് ഇങ്ങനെ പറയല്ലാതെ ഉണ്ടാക്കും. തേനമൂലരനെ വലിയൊരാളാണ്, ചെറിയ ആളൊന്നുമല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫൈസി കേട്ടിട്ടുണ്ടോ? കാരണം തേന മുമ്പിലുള്ളത്. തേനമൂലര് വലിയ സൂഫിയാ, ബഹാവുദ്ദീൻ ഉസ്താദിന്റെ ഒക്കെ വല്യപ്പണ്, വലിയ ആളാ, വലിയ മഹാനായിരുന്നു. 2 കിതാബാണ് തന്റെ ഭാണ്ഡത്തിൽ ഉണ്ടാകുക. ഒന്ന് ഷാഫി മദ്ഹബിലെ ഫിഖഹിലെ തുഹ്ഫ, മറ്റൊന്ന് തസവ്വുഫിലെ ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇത് രണ്ടും വെച്ചിട്ട് ഒരു ഭാണ്ഡം കെട്ടിയിട്ട് തലമ വെച്ചിട്ട് ഇങ്ങനെ നടക്കും. കുറച്ച് കഴിഞ്ഞാൽ ആ ഭാണ്ഡം ഇറക്കും, തുഹ്ഫ് നോക്കും, ഇഹ്യ നോക്കും, പിന്നെയും കെട്ടും, പിന്നെയും പോകും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇറക്കും, തുഹ്ഫ് നോക്കും, ഇഹ്യ നോക്കും, പിന്നെയും കെട്ടും, പിന്നെ പോകും. ഇങ്ങനെയുള്ള ആളാ തേനമൂലര്. തേനമൂലര് ഒരു പ്രത്യേകത ഉണ്ട്. സ്വഹീഹ് ബുഖാരി ഇങ്ങനെ വലിയ വലിയ ഉസ്താദന്മാരെ കൊണ്ട് ഓദിക്കും. കുട്ടിമൂലര് ചെറിയ കുട്ടിയായ കാലത്ത് മുദരിസാണ്. മലപ്പുറം പൊടിയാട് ദർസെടുത്ത സമയത്ത് തേനൂലിയാർ അവിടെ കയറി ചെന്നിട്ടത്, കുട്ടിയെ നിങ്ങൾ എനിക്ക് സ്വഹീഹ് ബുഖാരി പോയി തരുന്നത്. കുട്ടിമൂലിയരായ കുട്ടി എനിക്ക് സ്വഹീഹ് ബുഖാരി പോയി തരുന്നത്. കുട്ടിമൂലിയര് വിറച്ചു. തേന് മുസ്ലിയാരാണ്, പ്രായം കൊണ്ടും വിജ്ഞാനം കൊണ്ടും വിലായത്തുമുള്ള മഹാനാണ്. ഞാനൊന്നുമല്ലാത്ത കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ്. ഇങ്ങനെ ഒന്നുമല്ലാത്ത കുട്ടിയായ എന്റെ മുമ്പിൽ പ്രായമുള്ള ആരിഫായ വലിയായ ആബിദായ ആലിമായ സൂഫിയായ തേന് മുസ്ലിയാര് അത് തന്നെ സ്വഹീഹ് ബുഖാരി ഓതിക്കൊടുക്കുകയോ,
കുട്ടി മുസ്ലിയാരെ ശരീരം അങ്ങ് വിറച്ചു. കുട്ടി മുസ്ലിയാര് പറഞ്ഞു, തേനൂലൊരു പാപ്പാ, നിങ്ങൾ കൊതിത്തറ എനിക്ക് കഴിയൂല, നിങ്ങൾക്ക് കോഴിത്തര എനിക്ക് പറ്റൂല, എന്തും പറഞ്ഞോളി, കിതാബ് തര എനിക്ക് പറ്റൂല, നമ്മൾ തമ്മിൽ അജഗജാന്തരുണ്ട്. അജഗജാന്തരം എന്നും പറഞ്ഞിട്ട് ചേട്ടോ അതിന്റെ സാഹിത്യമാണ്. നമ്മൾ തമ്മിൽ അത്ര വലിയ വ്യത്യാസമുണ്ട്, എനിക്ക് കോഴിത്തരാൻ പറ്റൂല. അപ്പോഴാണ് തേൻ മുസ്ലിയാര് പറഞ്ഞത്, കുട്ടി, നിങ്ങളരികിൽ നിന്ന് ഞാൻ സ്വഹീഹ് ബുഖാരി ഓതാൻ വേണ്ടി വന്നത്, എന്നെ പറഞ്ഞയച്ച ആളെ നിങ്ങൾക്കറിയുമോ? ഞാൻ യൂസുഫുൽ ഫൽഫരിയാകുന്ന നിങ്ങളുടെ കുടുംബക്കാരനായ പണ്ഡിതന്റെ അരികിൽ നിന്നാണ് ഓതിയത്. അദ്ദേഹം വഫാത്താതി നിങ്ങൾക്കറിയുമല്ലോ. ഇനി ആരിൽ നിന്നാണ് സ്വഹീഹ് ബുഖാരി ഞാനൊന്ന് തബറുക്കിന് ഓതുക എന്ന് ഞാൻ കൂലങ്കുശമായി ചിന്തിച്ചു. ആശങ്കയിൽ കിടന്നുറങ്ങിയപ്പോ ഇന്നലെ രാത്രിയിൽ എന്റെ ബെഡ്റൂമിൽ കിനാവിൽ ഒരു അതിഥി വന്നിരുന്നു. അത് മദീനത്തെ നിധിയായ കനിയായ, മദീനത്തെ തണലായ തുണയായ പ്രഭയായ പ്രകാശമായ പ്രകാശനമായ സ്ഫോടമായ വൈജ്ഞാനിക വിസ്ഫോടനമായ അകക്കണ്ണായ ഹൃദയത്തിന്റെ വിത്തായ മുത്തായ അള്ളാന്റെ ഹബീബായ മണ്ണിലും വെണ്ണിലും കടലിലും കരയിലും സുൽത്താനായ ഹബീബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ കിനാവിൽ എന്റെ അരികിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, തേന മുസ്ലിയാരോ, എന്താണ് വല്ലാത്തൊരു വ്യാകുലതയുണ്ടല്ലോ, വല്ലാത്തൊരു പ്രയാസമുണ്ടല്ലോ, എന്തു പറ്റി? നബിയേ, എനിക്ക് സ്വഹീഹ് ബുഖാരി ദർസ് നടത്തിയിരുന്നത് യൂസുഫുൽ ഫൽഫരിയാണ്, അവര് വഫാത്തായല്ലോ. ഇനി ആരരികിൽ നിന്നാണ് ഞാൻ ബുഖാരി ഓതുക എന്ന് ചിന്തിച്ച് പിടുത്തം കിട്ടാത്തത് കൊണ്ട് ടെൻഷൻ അടിച്ചതാണ്. ഉടനെ അള്ളാന്റെ റസൂലാണ് എന്നോട് പറഞ്ഞത്, യൂസുഫുൽ ഫൽഫരി വഫാത്തായാൽ എന്താ, മലപ്പുറത്ത് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരൻ ദർസ് നടത്തുന്നുണ്ടല്ലോ, പോയി ഓദിക്കോ തേനു മുസ്ലിയാരെ. അങ്ങനെ നിങ്ങൾ അരികിൽ നിന്ന് സ്വഹീഹ് ബുഖാരി ഓതാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടത് അള്ളാന്റെ റസൂലാ, അതുകൊണ്ട് ഓതിത്തരുമോ? ഇനി ഓതി തരൂല എന്ന് പറയാൻ പറ്റുമോ? അന്ന് മുതൽ അസർ മുതൽ മഗ്രിബ് വരെ എന്നും തേനൂലായിരിക്കും. കുട്ടിയൂലേര് പാപ്പ, കുട്ടിയൂലേര് ദർസിൽ സമയം ഒഴിവാക്കിയിട്ട്. ശ്രദ്ധിക്കണേ. അതിനിടയിലാണ് മറ്റേ പടപ്പ്. ഏത് മറന്നോ? ആര്? അതാ ആര്? ഉണ്ണി മൈദമേല. ആ മഹലിലെ മുത്തവല്ലിയാണ്. പൈസ ഒക്കെ ഇറക്കണ മൂപ്പര്. അപ്പൊ ആ പൊലിവുണ്ടാവില്ല ചില മുതലാളിമാർക്ക്. പൈസ അല്ല ഇപ്പൊ പല ആളുകളെ അഹങ്കാരികളാക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. താഴ്മയുടെ പണം അള്ളാഹു തരട്ടെ. അഹങ്കാരത്തിന്റെ പണത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ മൂപ്പര് അതിൽ എല്ലാവർക്കും പൈസ കൊടുക്കുന്ന ആളെന്നുള്ളൊരു ഗർവ് കാണിച്ചു. മൂപ്പര് എന്ത് ചെയ്യുന്നറിയോ? കുട്ടിമൂലരോ വന്നിട്ട് അറിഞ്ഞോ, നിങ്ങളെ ദർസിൽ എന്താ പരീക്ഷ നടത്താത്തെന്ന് വെച്ച്. ചില ദർസിൽ പരീക്ഷ ഉണ്ടാവും, ചിലയിടത്ത് പരീക്ഷ ഉണ്ടാവില്ല. ഉസ്താമാരെ തീരുമാനിക്കല, കമ്മിറ്റിക്കാരുടെ ആവശ്യമില്ല. ഇപ്പൊ ദർസിൽ പരീക്ഷ നടത്തണം. പരീക്ഷ നടത്തിയാൽ പോരാ, മാർക്ക് ലിസ്റ്റ് പുറത്തു വെക്കണം. കുട്ടികളേര് തർക്കിക്കാൻ പോയില്ല, മുത്തവല്ലിയല്ലേ, പറഞ്ഞത് തെറ്റുമല്ലല്ലോ. ആയിക്കോട്ടെ നേരിച്ച് പരീക്ഷ നടത്തിയിട്ട് മാർക്ക് ലിസ്റ്റ് പുറത്ത് തൂക്കി. മാർക്ക് ലിസ്റ്റ് തൂക്കിയപ്പോ ബടാ കുറെ മൂലയിരുത്തികൾ അങ്ങനെ ഉണ്ടാവില്ല. പള്ളിയിൽ ഭയങ്കര താടിയും ഒക്കെ ഉണ്ടാവും. നമ്മളായിരിക്കും പഠിച്ചോനെ 4 മതവിനും ഫത്ത് കൊടുക്കാൻ മാത്രം കെൽപ്പുണ്ട് എന്ന്. നോക്കുമ്പോ 6 മുതൽ തുടങ്ങേണ്ടി വരും. കാരണം അതിബുദ്ധി, മിതബുദ്ധി, മന്ദബുദ്ധി, അതിൽ 3ാമത്തെ കൂട്ടിൽപ്പെട്ടാണ് ഈ കാര്യം. എന്നാലും ഓലുണ്ടാവും, ആളുകാർക്ക് ഓതെടുക്കാനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഏത് ദർസിലുണ്ടാവും അങ്ങനെ 2-3 എണ്ണം. ആ സമയത്ത് മൂപ്പര് വലിയ കിതാബ് തരുന്ന കുട്ടികളാണെന്ന് കരുതി 2-3 കുട്ടികളൊക്കെ ഡൗണായി കിടക്കുക, ഇടിഞ്ഞു കിടക്കുക, തോറ്റെടുക്കുക. പരീക്ഷക്ക് മാർക്കില്ല. ഈ പേരിങ്ങനെ മുത്തവല്ലി ഉണ്ണിമൊയ്തി മലയാളി ഇങ്ങനെ വായിച്ചു. പേരിങ്ങോട്ട് വായിച്ചിട്ട് മൂപ്പർക്ക് ശുണ്ടികാരൻ ശോഭം കൊണ്ട് മൂപ്പര് പറഞ്ഞു, ഈ നായിന്റെ മക്കൾക്കൊന്നും തിന്നാൻ കൊടുത്തൊരു കാര്യമില്ല. അങ്ങനെ തിന്നാൻ കൊടുക്കണ മൂപ്പരാണ്. അതിന്റെ ഗർവാണാ കാണിച്ചത്. ഈ നായിന്റെ മക്കൾക്കൊന്നും തിന്നാൻ കൊടുത്തൊരു കാര്യമില്ല. ഇത് കുറ്റമൂലര് വല്ലാതെ പ്രയാസപ്പെട്ടു. ഒരു മുത്താലിമീങ്ങൾ ഉസ്താദ് ഒരുമിലിക്കുകയാണെങ്കിൽ മുത്താലിമീങ്ങളെ നാട്ടുകാർ കുറ്റം പറഞ്ഞാൽ ഉസ്താദിന് ആദ്യം ടെൻഷൻ വരില്ലേ. കേട്ട കുട്ടിക്കൊന്നും ഉണ്ടാവില്ല, കാരണം ഒരുപാട് കേട്ട് പരിചയം ഉണ്ടാവും. പക്ഷെ ഉസ്താദ് അത്ര ബന്ധമായിരിക്കും. ഉസ്താദിന് ഭയങ്കര തീച്ചു. എന്റെ മുത്താലിമീങ്ങൾ എന്നെ നാട്ടിൽ ആരെങ്കിലും തൊട്ടാ പിന്നെ ഒരു വെള്ളിയാഴ്ച മൊത്തം ഓനെതിരാണ്. എന്റെ പ്രസംഗം മൊത്തം ഓനെതിരായിരിക്കും. ഓൻ ആരാലെയും വേണ്ടി. അപ്പൊ അങ്ങനെ ആയിരിക്കുമല്ലോ. കുട്ടിമൂലർക്ക് ഭയങ്കര ടെൻഷനായി. കുട്ടിമുശല് ഈ ടെൻഷൻ തലേ കയറിയിട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് സ്വഹീഹ് ബുഖാരി ഓതാൻ വേണ്ടിയിട്ട് തേനൂലേരോട് വരുന്നത്. അപ്പൊ തലേന്ന് കണ്ട കുട്ടിമുലേരൊന്നല്ല,
മുഖമൊക്കെ വല്ലാതെ വാടിയിരിക്കുകയാണ്, ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സ്വഹീഹ് ബുഖാരി ഓതാൻ വേണ്ടി പതിവ് പോലെ വന്ന് കുട്ടി മുസ്ലിയാർ ചോദിച്ചു, തേനു മുസ്ലിയാർ കുട്ടി മുസ്ലിയാരോട് ചോദിച്ചു, കുട്ടി മുസ്ലിയാരോ ഇന്നലെ കണ്ടതുപോലെയല്ലല്ലോ കാണുന്നത്, എന്ത് പറ്റി? ആ സമയത്ത് കുട്ടി മുസ്ലിയാർ സങ്കടപ്പെട്ട് ജലാന്തരമായ കണ്ണോട് ഇടറിയ തൊണ്ടയോടെ പറഞ്ഞു, തേനു മുസ്ലിയാർ പാപ്പാ, മുത്തവല്ലി വന്നുകൊണ്ട് എന്നെയും മുത്തല്ലിമീങ്ങളെയും നായന്റെ മക്കളെ എന്ന് വിളിച്ചു കളഞ്ഞോ. മുത്തവല്ലി വന്നുകൊണ്ട് ഞങ്ങളെ നായന്റെ മക്കളെ എന്ന് വിളിച്ചിരിക്കണ. അതിൽ തേനൂലേരെ വെച്ചു, മുത്തവല്ലി നിങ്ങളെ മുത്തല്ലിമീങ്ങളെ നായന്റെ മക്കളെന്ന് വിളിക്കുക. ആ എന്തിന്? ഇങ്ങനെയൊക്കെ സംഭവം. മാഅദല്ലാഹ്, ഒരു ആലിമിനെ ഇൽമ പഠിക്കുന്ന മുത്താലിമീങ്ങൾ നോക്കിയിട്ട് നായന്റെ മക്കളെ എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ മരിക്കുമ്പോ കാഫിറാവല്ലോ പഠിച്ചോനേന്നാണ്. മരിക്കണ സമയത്ത് കുഫറുള്ള ഒരു മനുഷ്യന്റെ നാവിലാലോ ഈ വാക്ക് പൊന്തുക. അങ്ങനെ മുത്തവല്ലി പറഞ്ഞോന്ന് വെച്ചു. അപ്പൊ കുട്ടികളെ പറഞ്ഞു, ആളും വലിയ ആളാ, എല്ലായിടത്തും സ്വർക്കം, അതൊന്നും എനിക്ക് കേൾക്കണ്ടാറ്. ഇത് ഒരാൾ പറഞ്ഞാൽ ഓന്റെ നാവെന്ന് കുഫറേ വരുള്ളൂ, അല്ലെങ്കിൽ ഇത് പറയില്ല. പിന്നെ സംഭവിച്ചാരെന്താ നിങ്ങൾ? ഉണ്ണി മീഡിയം മലയാളി പിറ്റേന്ന് കന്തൂറിട്ട് തലക്കെട്ടൊക്കെ കെട്ടി. അതിന്റെ ഇടയിൽ മുപ്പൊരു ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് പെൺകുട്ടിനെ പ്രേമിച്ചു. പ്രേമം മൂത്തപ്പോ പിന്നെ കല്യാണം കേൾക്കണം എന്നായി. അങ്ങനെയല്ലോ, പ്രേമത്തിന് കണ്ണും മൂക്കില്ല എന്ന്. പിന്നെ അവിടെ മതം പോലും നോക്കൂല. മുസാഫ് കക്കാൻ വരുന്ന ആളോട് ഒതുകൊടുക്കാൻ പറഞ്ഞൊരു കാര്യം. പിന്നെ മതം മാറാനും പറഞ്ഞിട്ട് പ്രേമം കണ്ട് മൂത്താ പിന്നെ ഒക്കെ ഒന്ന് തന്നെ. മൂപ്പർക്ക് അതിനെ കല്യാണം കഴിക്കണം എന്നാണ്. പെൺകുട്ടി പറഞ്ഞ ഹിന്ദു മതത്തിൽ കണ്ട് വരണമെന്നാണ്. അത് എപ്പോഴോ തീരുമാനിക്കുന്നത്. അതൊക്കെ ഞാൻ വരാൻ തയ്യാറ്. മതം മാറി. പെരിന്തൽമണ്ണ ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവരുടെ ആചാരപ്രകാരം ഈ ഹിന്ദു പെൺകുട്ടിയെ ഉണ്ണി മൊയ്തീൻ മലയാളി കല്യാണം കഴിച്ചു. ആ അമ്പലത്തിലെ പൂജാരിയായി അവിടെ ചൂണ്ട് മരിച്ചുപോയി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കണേ. ബഹുമാനപ്പെട്ട ശംസുലമിനെ നോക്കിയിട്ട് ഒരിക്കല് ഒരാൾ പറഞ്ഞു, നായന്റെ മോനെ. മറ്റേത് തലക്ക് കയറിയതാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നായന്റെ മോനെ ശംസുലമനെ നോക്കി. ഇയാള് മരിക്കണ സമയത്ത് ഒന്ന് അങ്ങോട്ട് തിരി, ഒന്നും കെട്ടിരും, ഒന്ന് പുറഞ്ചൊറി, ഒന്ന് തലോറിയും. അങ്ങനെ തൊള്ളയെ കൂടി നോരും പതി. അപ്പൊ മോനെ മസാലൊക്കെ പഠിച്ച് അങ്ങനെ ക്ലാസ്സിലൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ടാവല്ലോ. അടുത്തിരുന്നിട്ട് പറഞ്ഞു, പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ മരിച്ചു. ഇയാൾ അവസാനത്തെ കലാമ നായന്റെ മോനെ എന്നാണ്. കാരണം എന്താ? അത് ആവശ്യമില്ലാത്തടത്തേക്ക് വെച്ചു കൊടുത്ത് അങ്ങോട്ട് തിട്ടണടിച്ചത്. മലന്ന് കിടന്ന് തുപ്പിയാൽ നെഞ്ഞത്തേക്ക് കൊള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അള്ളാഹു നമ്മെ എല്ലാം ഗുരുത്തക്കേടില്ലെന്ന് രക്ഷപ്പെടുത്തട്ടെ. ഞാൻ ആരെയും വിമർശിച്ചതല്ല, വിമർശനം എന്റെ തൊഴിലല്ല. പക്ഷേ ലോകത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ഓർത്തുപോയതാണ്. അള്ളാഹു മഹാനായ ശംസുലമക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പാതയിൽ പടച്ചവന് വേണ്ടി പതറാതെ പാറ പോലെ പിടിച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കച്ചൊല്ലി സ്വർഗം കണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. ഞാൻ പറഞ്ഞത് ആയിഷ റളിയല്ലാഹു തആല അൻഹാ അദബ് പഠിപ്പിക്കുന്ന വിഷയത്തിൽ കാർക്കശക്കാരിയാണ്, സ്വതക്കയിൽ മുന്നിലാണ്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കാനുള്ള വിഷയമാണല്ലോ വിവാദമായത്. ചില ആളുകൾ മുത്തശ്ശി പത്രങ്ങളിൽ എഴുതി വെച്ചോ, 6 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ആളല്ലേ മുഹമ്മദ് നബി. മഅദല്ലാഹ്. ചരിത്രം വായിക്കാത്തവനെ, ചരിത്രത്തെ മഞ്ഞ കണ്ണുകൊണ്ട് കണ്ടവന്, ചരിത്രത്തിൽ തിമിരം കടത്തിക്കൂട്ടിയവന്, ചരിത്രത്തിന്റെ ചാരിത്ര വിശുദ്ധിയിൽ കരിവാരി തേച്ചവന് എന്നോട് ഗതകാല സംഭവങ്ങൾ മാപ്പ് തരൂല. 6-ാം വയസ്സിൽ നടന്നത് അതാ നിക്കാഹാണ്. പിന്നെ 2-3 കൊല്ലോ ആയിഷ ബീവിയും മുത്തുനബിയും സംഗമിച്ചിട്ടില്ല. 6 വയസ്സുള്ള 8 പൊട്ട് തിരിയാത്ത മോളെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തിയില്ലേ? ഇല്ല, തെളിയിക്കാൻ കഴിയില്ല. ഇല്ല. പിന്നെ നടന്ന എന്താ അറിയോ? ഖദീജാവിയുടെ വഫാത്ത് റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു പ്രയാസമായി, വലിയ പ്രയാസം. കാരണം ഗർഭത്തിൽ 4 മാസമായപ്പോൾ വാപ്പ പിരിഞ്ഞതാണ്.
6-ാം വയസ്സിൽ വാപ്പന്റെ ഖബറിങ്ങൽ വെച്ചുകൊണ്ട് അബവാ മലക്കുന്നിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ഉമ്മാന്റെ വേർപാടാണ്. പിന്നെ ഉമ്മു ഐമൻ അൽ ബറക്കത്തുൽ ഹബശിയ റളിയല്ലാഹു തആല അൻഹയാണ് മുത്ത് റസൂലുള്ളയാകുന്ന 6 വയസ്സുള്ള പൊന്നുമോനെ അബ്ദുൽ മുത്തലിബാകുന്ന വല്ലിപ്പയെ ഏൽപ്പിക്കുന്നത്. ഒരു 8-ാം വയസ്സാകുമ്പോൾ താങ്ങും തണലുമായി കുട്ടിയെ പോറ്റിയിരുന്ന യതീം കുട്ടിയെ പോറ്റിരുന്ന വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബും വഫാത്താവുകയാണ്. സുബ്ഹാനല്ലാഹ്. മൂസക്കയുടെ വീട്ടിൽ ഇന്ന് വല്ലാത്ത ദുഃഖമാണല്ലോ. വാപ്പ മരിച്ചു, 2 ജ്യേഷ്ഠന്മാര് മരിച്ചു. ഇന്നലെ ആ മൂസക്കയുടെ പൊന്നുമോന്റെ പ്രസ്താവനകൾ കേട്ടില്ലേ? വീട്ടിൽ നിന്ന് 3 ആളുകൾ ഒരേ പ്രാവശ്യമതാ ഒരേപോലെ കടന്നുപോയി. ഇനി ഞാനും എന്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങളും വിമർശനങ്ങളും കേട്ട് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ കാക്ക മലേഷ്യയിൽ പോയിട്ടില്ല, എന്നിട്ടും മാരകമായ നിപ്പോ വൈറസ് പിടിവിട്ടുകൊണ്ട് ദാരുണമായി മരിച്ചുപോയി. അവരുടെ വേർപാടിന്റെ വിരഹദുഃഖം പേറി നടക്കുന്നു ഞങ്ങളുടെ മുമ്പിലേക്ക്. ഈ ആവശ്യമില്ലാത്ത വിവാദങ്ങളുടെ തീച്ചൂട് നൽകി നമ്മുടെ ആശ്വാസത്തെ കരിക്കുന്നത് കാണുമ്പോ വല്ലാത്ത ദുഃഖം തന്നെ. റബ്ബേ, മൂസക്കും മക്കൾക്കും നീ രക്തസാക്ഷികളുടെ പ്രതിഫലം നൽകണേ റബ്ബേ. ഇന്നും നിപ്പ വൈറസ് കൊണ്ട് ഒരാൾ കൂടി മരിച്ച റിപ്പോർട്ട് കേട്ട് ഞെട്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇത് മരക്കൊത്തിയിൽ നിന്നാണോ നനച്ചൂരിൽ നിന്നാണോ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. മൂസക്കയുടെ കിണറ്റിലുള്ള നനച്ചീറ് പഴം തിന്നിട്ടില്ല, പ്രാണികളെ തിന്ന് കഴിയുന്ന നനച്ചീറാണെന്ന് കേന്ദ്ര വിദഗ്ധ സംഘം അടയാളപ്പെടുത്തി. അപ്പൊ നനച്ചീറിൽ നിന്നല്ല, പിന്നെ കോഴിയിൽ നിന്നാണോ പ്രാവിൽ നിന്നാണോ അതോ കാക്കയിൽ നിന്നാണോ താറാവിൽ നിന്നാണോ ഈച്ചയിൽ നിന്നാണോ എന്നതൊക്കെ പൊടിപിടിച്ച ചർച്ചയാണ്. ഇന്നത്തെ ചർച്ചയില് പഴങ്ങളിൽ നിന്നാണെന്നുള്ള ചർച്ചയാണ് കടന്നു വരുന്നത്. അതുകൊണ്ടതാ പല വിദേശ നാടുകളിൽ നിന്നും കേരളത്തിൽ നിന്നൊരാൾ അങ്ങോട്ട് കയറാൻ പാടില്ല, അവിടെ നിന്ന് കേരളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. പോരാ, കേരളത്തിൽ നിന്ന് ഫ്രൂട്ട്സുകള് പഴങ്ങള് വിദേശ നാടുകളിൽ പല നാടുകളും അതാ വിരോധിച്ചു കഴിഞ്ഞു, ഇങ്ങോട്ട് ഇറക്കാൻ പാടില്ല. ഇത് മറ്റ് രാജ്യങ്ങളിൽ പഴയകാലത്ത് നമ്മൾ കേട്ട അള്ളാഹുവിന്റെ അദാബിന്റെ ഒരു സമ്പ്രദായമാണ്. റബ്ബ് നമ്മുടെ മലപ്പുറം ജില്ലയടക്കം കോഴിക്കോട് ജില്ലകളെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മഗ്ഫിറത്തിന്റെ 10ലും ആദ്യത്തെ റഹ്മത്തിന്റെ 10ലുമാണെന്ന് മറക്കണ്ട. അതിന് കാരണം നമ്മളാണെന്ന് ചിന്തിച്ചോ. റബ്ബേ, ഞങ്ങളുടെ സയ്യാത്ത് ഹസനാത്താക്കി തബ്ദീൽ ചെയ്ത് ഈ മാറാപ്പിന്റെ പ്രയാസത്തിന്റെ കടും അദാബിൽ നിന്ന് റബ്ബേ, ഈ അദാബിന്റെ ആ ചാട്ടുളിയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതോടുകൂടി ചിന്തിക്കണേ പ്രിയപ്പെട്ട സഹോദരന്മാര്, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീവിയുടെ 6-ാം വയസ്സാണ്. ഖദീജ ബീവി വഫാത്തായ റസൂലുള്ള വളരെ പ്രയാസത്തിൽ കഴിയുമ്പോ ഉസ്മാൻ ഇബ്നു മദഊൻ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയുടെ ഭാര്യയായ ഖൗലത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ റസൂലുള്ളാഹിനോട് മറ്റൊരു വിവാഹ കാര്യം പറയാൻ ആർക്കും ധൈര്യമില്ലാതെ നിൽക്കുമ്പോഴാണ് ഖൗലത്ത് ബീവി രംഗത്ത് വന്നുകൊണ്ട് ചോദിച്ചു, യാ ആയിഷയെ കല്യാണം കഴിച്ചുകൂടെ നബിയേ? ചെറിയ കുട്ടിനെ കല്യാണം കഴിക്കാം, ഇന്ത്യൻ നിയമമല്ല പറയുന്നത്, കേരളത്തിന്റെ അവസ്ഥയല്ല. ദീനിൽ അതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടല്ല പഴയ കാലത്ത് ഒരു അപകടം നടന്നത് ഉസ്താദുമാര് പഴയ പ്രഭാഷണങ്ങളിലൊക്കെ പറയാറുണ്ട്. എന്താ, ഒരാള് വീട്ടിൽ നിന്ന് പുറത്തുപോയപ്പോ ഒരു ചെറിയ പെൺകുട്ടി മുലൊടിച്ച് വളർന്നേ കണ്ടു. ആ പെൺകുട്ടിനെ നിക്കായതു മണവാട്ടിയാക്കി സ്വീകരിച്ചു. മുലൊടി പ്രായത്തിൽ, കാക്കന്റെ പ്രായം 60, കുട്ടിക്ക് പ്രായം 9 മാസം. എന്നിട്ട് ഭാര്യനെ വക്കത്തെച്ച് ഇരുത്തി ചുംബിച്ചിങ്ങനെ കൊണ്ടുവരികയാണ്. കൊച്ചു കുഞ്ഞല്ലേ. വീട്ടിൽ വന്നപ്പോ പെണ്ണുങ്ങൾ വെച്ച് ഉദ്യോഗം ഇവിടുന്ന് കിട്ടിയെന്ന് വെച്ചു. ജി ടെൻഷനാവുന്ന വേണ്ട, ഇതിന്റെ പെണ്ണുങ്ങളാണ്. അങ്ങനത്തെ പെണ്ണുങ്ങളെ 2ാമത്തെ ഭാര്യയായി സ്വീകരിച്ചാൽ നമ്മളെ നിലവിലുള്ള പെണ്ണുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ തേടി പിടിച്ച് നടക്കും വേണ്ട. അല്ല, ഇങ്ങനത്തെ ഒരു 8 മാസം 6 മാസമൊക്കെ കഴിഞ്ഞ ഒരു ചെറിയ മുത്തിനെ കോട്ടി ഇട്ടണമാതിരി ഉറ്റിങ്ങനെ കൊടുത്തിട്ട് കൊലായ്മ എത്തിയാൽ എന്നിട്ട് നമ്മളിന്റെ പെണ്ണുങ്ങളാന്ന് പറഞ്ഞാൽ അവൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. വേണേ ഒന്ന് പരിശോധിച്ച് നോക്കി. അപകടം വന്നാൽ എനിക്ക് ഫോൺ ചെയ്യും വേണ്ട. അപ്പോ ഈ 9 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെ വക്കത്തിച്ചുകൊണ്ട് 2ാം പെണ്ണുങ്ങളായി വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഭാര്യക്ക് ഭയങ്കര ഇഷ്ടമായി.
ഇത് നിങ്ങളെ പെണ്ണുങ്ങളെ ഞാൻ ഉണ്ടാകുമ്പോ ഇതിനെന്തിനാ? ഞാൻ ചെറിയ കുട്ടിയാ, ഒരു പ്രശ്നമില്ലാന്നിട്ട് ഓളെന്ത് ചെയ്ത് നന്നായിട്ടാണ് പാല് കൊടുത്തു. മുലൊടിച്ച് വളരല്ലേ, അപ്പൊ പാല് കിട്ടണല്ലോ. നന്നായിട്ട് രണ്ടാമത്തെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യനെ വടിയിലെത്തിയിട്ട് നിലവിലുള്ള ഭാര്യ പാലങ്ങോട്ട് കൊടുത്തു. ഇപ്പൊ എന്തായി? 2 ഭാര്യമാരും അന്യപെണ്ണുങ്ങളായി. ആദ്യത്തെ ഭാര്യയും പോയി, ഇഭാര്യയും പോയി. എങ്ങനെ ആദ്യത്തെ ഭാര്യ ഞമ്മളിപ്പത്തെ ഈ ഭാര്യന്റെ മുലകൊടിയിലുള്ള അമ്മയായി, അപ്പൊ പോയി. രണ്ടാമത്തെ ഭാര്യയോ ആദ്യത്തെ ഭാര്യ മുല കൊടുത്ത മോളുമായി. നമ്മളെ ഭാര്യന്റെ മോളെ കെട്ടാൻ പറ്റുമോ? പോയി. അങ്ങനെ ഒരു തമാശ പഴയ കാലത്ത് നടക്കലുണ്ട്. ആയിഷാബി 6-ാം വയസ്സിൽ നിക്കാഹ് ചെയ്തു എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ആൾക്കാരൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്നത്തെ യൂറോപ്പിന്റെ സംസ്കാരം പഠിക്കണം. പലയിടത്തും ചെറിയ കുട്ടികളെ കല്യാണം കഴിക്കുന്നത് അവിടെ ഒരു പരിഷ്കാരമാണ്. മക്കയിൽ അന്ന് അതൊരു വിഷയമേ അല്ല. അതാണ് പത്രക്കാരമ്പിൽ നമ്മളെ ബാപ്പുസ്താദ് പറഞ്ഞത്. അങ്ങനെ ഒരു കുട്ടിനെ കല്യാണം കഴിക്കുക അന്നത്തെ കാലാവണം, കുട്ടി ആയിഷയാവണം, കെട്ടണ ഭർത്താവ് മുഹമ്മദ് നബി ആണെന്ന് പത്രക്കാരമ്പില് ബാപ്പുലിയർ പറഞ്ഞാണ്. അല്ലാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇന്നിപ്പോ നടന്ന് അങ്ങനെ കെട്ടാൻ പറ്റൂല. 6-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അതിന്റെ ഖദീജയുടെ വേർപാടാണ്. ഈ ഉച്ചയോടടുത്ത സമയത്ത് പരിശുദ്ധമായ സദസ്സിൽ ഖദീജയുടെ ഒരു ഓർമ്മയാണ്. റളിയല്ലാഹു തആല അൻഹാ ജബലുന്നൂറിന്റെ ഉത്തുംഗതയിലേക്ക് പുന്നാര പൂമാന പലഹാരങ്ങളുമായി ഒരിക്കൽ ഖദീജ ഉമ്മ കയറിപ്പോവുകയാണ്. ആ സമയത്ത് അതാ ഗുഹക്കുള്ളില് ജബലുന്നൂറിന്റെ ഗുഹക്കുള്ളിലായി മുത്തുനബിയുടെ ചാരേ ശരീരം തട്ടിയിരിക്കുന്നത് ആകാശഗംഗയിലെ സുൽത്താനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഹിറാ ഗുഹയിൽ മുത്ത് റസൂലുള്ളാന്റെ വിരുന്നുകാരൻ ആകാശ ചക്രവർത്തിയായ ജിബ്രീലാണ്. അപ്പോഴാണ് മലക്കെട്ട് കയറിയിട്ട് ഈ പ്രായമുള്ള പെണ്ണ് റസൂലുള്ളാഹ്ക്കുള്ള ഭക്ഷണവുമായി കിതച്ച് കട്ടപ്പെട്ടുകൊണ്ട് കയറി വരുന്നത്. ആ സമയത്ത് ഖദീജയുടെ കാലൊച്ച കേട്ടപ്പോ ജിബ്രീൽ മുത്തുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹാദി ഖദീജത്തു ഖദ് അതത്ക യാ റസൂലല്ലാഹ്. മുത്തുനബിയെ ദാ ഖദീജ വരണേന്ന് പറഞ്ഞു. ആ മലന്റെ പോൾ ജിബ്രീൽ റസൂലുള്ളാഹിനോട് പറയും, വമഅഹാ ഇനാഉൻ ഫീഹി ശറാബുൻ വതുആം. ഖദീജന്റെ കയ്യിൽ പാത്രമുണ്ട്, അതിന് നിങ്ങൾക്ക് വെള്ളം ഭക്ഷണമൊക്കെ ഉണ്ട് ട്ടോ എന്ന് പറഞ്ഞു ജിബ്രീൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ, ഖദീജ ബിയെ കുറിച്ച് പഠിച്ചോളൂ ഉമ്മമാരെ. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഖദീജ ബീവിയെ കുറിച്ച് റസൂലുള്ളാഹിനോട് പറയുകയാണ്, ഫൈദാ ഹിയ അതത്ക ഫഖറ അലൈഹാ സലാമ മിൻ റബ്ബിഹാ വമിന്നി വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ യാ റസൂലല്ലാഹ്. ഖദീജ അരികിലെത്തിയാൽ അള്ളാഹുവിന്റെ സലാം ഒന്ന് പറയണേ, പിന്നെ എന്റെ ഒരു അസ്സലാമു അലൈക്കും എന്ന സലാം പറയണേ. നിങ്ങളുടെ ഭാര്യ പദവിയിൽ അലങ്കാരത്തോടെ താഴ്മയോടെ കാര്യങ്ങളൊക്കെ കടമകൾ പൂർത്തിയാക്കി നിങ്ങളെ പിന്നാലെ താങ്ങും തണലുമായി നിൽക്കുന്ന പെണ്ണാണല്ലോ. അതിന്റെ ഭാഗമല്ലേ പലഹാരങ്ങളുമായി കുന്നുമാമല കയറി വന്നത്. അതുകൊണ്ട് നബിയേ, ഖദീജക്ക് സ്വർഗീയമായ കൊട്ടാരത്തിലോ മുത്തുകളാലും വൈരങ്ങളാലും വൈഡൂര്യങ്ങളാലോ ഗോമേതകത്താലോ അതുപോലെ മാണിക്യത്താലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മുളയുടെ കൊട്ടാരമുണ്ടെന്ന് പറയണേ യാ റസൂലല്ലാഹ്. മുതലായില്ലേ? ഇനി എന്താ വേണ്ടത്? മുളക്കൊട്ടാരം എന്ന് പറഞ്ഞത്. മുളക്കൊട്ടാരം നമ്മളെ നാട്ടിലെ മുളല്ല, മൻളൂമിൻ ബിദുർരിൻ വയഖൂത്ത് മുഹമ്മദ് മുസ്തഫ. നല്ല മുത്തും അതുപോലെ തന്നെ മാണിക്യങ്ങളൊക്കെ കോർത്തിട്ട് ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ട് ഖദീജാവിക്ക് സ്പെഷ്യൽ പാലസ് സ്വർഗത്തിൽ നേരത്തെ തയ്യാറാക്കി മുഹമ്മദ് മുസ്തഫ. ഖദീജാവി കയറിയപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഖദീജ ജിബ്രീൽ ഉണ്ടായിരുന്നു ഇവിടെ, നിങ്ങളോട് അള്ളാന്റെ ഒരു അസ്സലാം അലൈക്കും സലാം പറഞ്ഞിങ്ങനെ. ഓ, പിന്നെ ജിബ്രീലും സലാം പറഞ്ഞു, അസ്സലാം അലൈക്കും. പഠിച്ചോനെ, പിന്നെ നിങ്ങൾക്ക് സ്വർഗത്തിൽ മുളക്കൊട്ടാരുണ്ടെന്നും പറഞ്ഞു. മുളക്കൊട്ടാരം നീ കേട്ടോളിട്ടാ, ഖദീജാവിന്റെ വിജ്ഞാനം കേട്ടോളി. ഇത് രണ്ടൊന്ന് കടന്നു വെച്ച ആയിഷാബി ഖദീജാവി. അള്ളാ സലാം പറഞ്ഞു, ജിബ്രീൽ സലാം പറഞ്ഞു, റസൂൽ പറഞ്ഞില്ല.
എന്നാ ഖദീജയെ മറക്കണേട്ടോളി. ഇന്നല്ലാഹ ഹുവസ്സലാം വമിൻഹുസ്സലാം വഇലൈഹിസ്സലാം. അല്ലാഹുക്ക് സലാം അടക്കുകയാണ്. ഇന്നല്ലാഹ ഹുവസ്സലാം, നിശ്ചയം അല്ലാഹു സലാമാണ്. വമിൻഹുസ്സലാം, അല്ലാഹുവിങ്കിൽ നിന്നാണ് സലാം. വഇലൈഹിസ്സലാം, അല്ലാഹുവിലേക്കാണ് സലാം. വഅലാ ജിബ്രീൽ അസ്സലാം, എന്നോട് സലാം പറയാൻ വേണ്ടി ഏൽപ്പിച്ച ജിബ്രീലിനും സലാമുണ്ട് നബിയേ. ഒക്കെ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ നേരെ നിന്നുകൊണ്ട് ഖദീജ ബീവി ആ ജബലുന്നൂറിന്റെ മലക്കെട്ടിന്റെ ഉത്തുംഗതയിൽ കയറിയിട്ട് ആ ഗുഹക്കുള്ളിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, വഅലൈക്കുമുസ്സലാമു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്കും സലാമുണ്ട്. നിങ്ങൾക്കും സലാം. ആ ഖദീജ ബി മുത്തുനബിക്ക് താങ്ങും തണലുമായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ തൊട്ടടുത്ത് പ്രസംഗം നിർത്തിയത് ഇത് പറഞ്ഞുകൊണ്ടാണ്. ബാക്കി ഇവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞത് കേൾക്കാനായി കുറെ പെണ്ണുങ്ങളുണ്ട്, ചില ആണുങ്ങളുമുണ്ട്. അവരോടുള്ള കടമ എനിക്ക് തീർക്കേണ്ടതുണ്ട്. ആയിഷ ബി വൈകാതെ കടന്നു വരും ഇൻഷാ അല്ലാഹ്. താമസിയാതെ നമുക്ക് നിർത്തുകയും വേണോ. അതിനുമ്പ് ഖദീജത്തുൽ കുബ്രയുടെ വികാര നിർഭരമായ ജീവിതത്തിന്റെ പരിസമാപ്തിയുടെ സന്ദർഭത്തെ നിങ്ങളൊന്ന് സഹഭൂതം ശ്രവിക്കണേ. ഖദീജ റളിയല്ലാഹു തആല അൻഹാ മുത്ത് റസൂലുള്ളാഹിന്റെ കൂടെ ഉറച്ചു നിന്നു. റസൂലുള്ളാഹിക്ക് അടി കിട്ടിയാൽ ഒഴിഞ്ഞു കൊടുക്കാൻ ഒരു പെണ്ണുണ്ട്. റസൂലുള്ളാഹിക്ക് പനി വന്നാൽ മടി നീട്ടി കൊടുക്കാൻ ഒരു പെണ്ണുണ്ട്. റസൂലുള്ളാഹിനെ അബൂജഹൽ വഴക്ക് പറഞ്ഞാൽ സമാശ്വസിപ്പിക്കാൻ ഒരു പെണ്ണുണ്ട്. റസൂലുള്ളാഹിനെ ഉത്ബത്തങ്ങ് ചവിട്ടിയപ്പോൾ ചവിട്ടിന്റെ പാട് കവിളിൽ പതിഞ്ഞപ്പോൾ ആ മൃദുലമായ കവിളിൽ ശർഫാക്കപ്പെട്ട വിരലുകുത്തിയിട്ട് തുടച്ചു കൊടുക്കാൻ ഒരു പെണ്ണുണ്ട്. നാട്ടുകാര് തോളിലേറ്റിയിരുന്നവർ സത്യം പറഞ്ഞതിന്റെ പേരിൽ ഇറക്കി വെച്ചപ്പോ റസൂലുള്ളാഹിക്ക് ടെൻഷൻ അടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് സാരമില്ല എന്ന് പറഞ്ഞ് നെഞ്ചകം തടവിക്കൊടുക്കാൻ ഒരു പെണ്ണുണ്ട്. ആ ഖദീജ റളിയല്ലാഹു തആല അൻഹാ നാട്ടുകാര് ഉപരോധം നടത്തി, ബഹിഷ്കരണം നടത്തി. ഷേബ് അബൂ താലിബിന്റെ മലഞ്ചെരുവിന്റെ കാട്ടില് അല്ലാഹുവിന്റെ റസൂലും ഖദീജ ബീവിയും ഫാത്തിമ മോള് കൂടെയുള്ള സഹാബാക്കളിൽ പലരും അതാ കഴിഞ്ഞുകൂടുകയാണ്. മക്കയിലുള്ള ഖുറൈശികളുടെ തീരുമാനം എന്താണ്? തിന്നാൻ കൊടുക്കാൻ പാടില്ല.
വെള്ളമില്ലാതെ പഴങ്ങളില്ലാതെ കട്ടപ്പെട്ടുകൊണ്ട് കാട്ടിലെ പച്ചിലകൾ പറിച്ചുകൊണ്ട് അത് പിഴിഞ്ഞുകൊണ്ട് അതിന്റെ ചാറ് കുടിച്ചതിന്റെ പേരിൽ ഖദീജത്തുൽ കുബ്രയുടെ അണ്ണാക്കിൽ വ്രണമാ, ശരീരം ക്ഷീണിച്ച് ക്ഷീണിച്ച് ശോഷിച്ച് അവശയായി കിടക്കുകയാ. ഒന്നുമില്ലാതെ ക്ഷീണിച്ച് ഭക്ഷണമില്ലാതെ അങ്ങനെ കിടക്കുമ്പോൾ ഒരിക്കൽ റസൂൽ അള്ളാന്റെ റസൂൽ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഖദീജ ഇജും ഫാത്തിമയും കൂടി പെരയിൽ പോയിക്കോ, ഞങ്ങളിവിടെ കൂടിക്കോളാ മുഹമ്മദ് മുസ്തഫ. എന്താണ് ആ മനസ്സ്? എനിക്കിതൊക്കെ പരിചയമുണ്ട് ഖദീജ, ഞാൻ എത്തിയും വളർന്ന ആളാണ്, കുറെ പട്ടിണി കിടന്നിട്ടുണ്ട്, കുറെ വിശപ്പ് സഹിച്ചിട്ടുണ്ട്, വെള്ളം ഇല്ലാതായിരുന്നിട്ടുണ്ട്, ഇത് കുറെ അടി കൊണ്ട് പരിചയമുണ്ട്. ഖദീജ എനിക്കിതൊന്നും പരിചയമില്ലല്ലോ, ഇജും മോളും കൂടിയാണ് പോയിക്കോ, ഞാൻ ഇൻഷാ അല്ലാഹ് താമസമില്ലാതെ വരാം, ഇവരെ ഈ കെട്ടുകൊടുക്കുന്ന രക്ഷപ്പെട്ട ഞാനും വരാം, നിങ്ങളാണ് പോയിക്കോളിന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഖദീജ ബീവി പൊട്ടി കരയുകയാണ്. ഖദീജ ബീവി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, എന്റെ ഭർത്താവേ എന്നല്ല, യാ റസൂലല്ലാഹ്, നിങ്ങൾ പട്ടിണി കിടക്കുന്നത്, അദാബ് സഹിക്കുന്നത്, വെള്ളം കിട്ടാത്തത് അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ? അങ്ങനെ എന്റെ ഹബീബും എന്റെ ഭർത്താവും എന്റെ എല്ലാമായ നിങ്ങൾ ഈ മലഞ്ചെരുവിൽ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുമ്പോ ഞാൻ വീട്ടിൽ പോയിട്ട് വെള്ളം കുടിക്കുകയോ, ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയോ അതിന് ഖദീജാനെ കിട്ടൂല. ഓ ഭാര്യമാരെ, ഒരു ഭാര്യയുടെ മനസ്സിങ്ങനെയായിരിക്കണം. ഓ ഭർത്താക്കന്മാരെ, ഒരു ഭർത്താവിന്റെ മനസ്സിങ്ങനെയായിരിക്കണം. നമ്മുടെ എല്ലാം റോൾ മോഡൽ അത് ഖദീജയും മുഹമ്മദ് നബിയുമാണ്. ഓ നബിയെ, നിങ്ങൾ ഭക്ഷണമില്ലാതെ കട്ടപ്പെടുമ്പോൾ, വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ ഞാൻ വീട്ടിൽ കഴിക്കുകയും ഉണ്ണുകയും കുടിക്കുകയും ഉറങ്ങുകയും ചെയ്യുകയോ എന്നോട് പറയല്ല നബിയേ. അങ്ങനെ റസൂലുള്ളാന്റെ കൂടെ 3 കൊല്ലത്തോളം മലഞ്ചെരുവിൽ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കട്ടപ്പെട്ട കാരണത്താൽ ഖദീജ ബീവി അങ്ങ് രോഗിണിയായി. ആ രോഗത്തിൽ ഖദീജ ബീവി വീട്ടിൽ വന്ന് കിടന്നു. ഉപരോധം തീർന്നു 3 കൊല്ലമായപ്പോൾ വീട്ടിൽ വന്ന് കിടന്നു. പിന്നീട് എണീറ്റിട്ടില്ല. രോഗം വഷളായി, ക്ഷീണം മൂർച്ഛിച്ചു, അവശയായി കിടക്കുന്ന ഖദീജയെ നോക്കിയിട്ട് ഫാത്തിമ മോള് കരയുകയാണ്. അള്ളാന്റെ റസൂല് നിറകണ്ണുകളോടെ നിൽക്കുകയാണ്. ഒരിക്കലെ രോഗമങ്ങ് വല്ലാതെ മൂർച്ഛിച്ചു, ക്ഷീണം കൂടി അവശയായി ജീവിതത്തോട് വിട പറയുകയാണെന്ന് തോന്നിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ടരികിൽ മാടി വിളിച്ചിരുത്തിയിട്ട് ഖദീജ ബീവി റസൂലുള്ളാന്റെ ശറഫാക്കപ്പെട്ട കൈകൾ പിടിച്ചുകൊണ്ട് ആ മൃദുലമായ ഭംഗിയുടെ നിറകുടമായ പ്രതാപത്തിന്റെ പ്രകാശത്തിന്റെ മനുഷ്യരൂപമായ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചവന്റെ വരദാനമായ കാരുണ്യത്തിന്റെ കടലായ സ്നേഹത്തിന്റെ സാഗരമായ വൈജ്ഞാനിക മേഖലയെ വിജ്ഞാനം കൊണ്ട് പ്രജ്വലിപ്പിച്ച അള്ളാന്റെ ഹബീബേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഖദീജ ഉമ്മ കരയുകയാണ്. അള്ളാന്റെ റസൂലും കരയുകയാണ്. കുറെ കൂടി അടുത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. എന്ത് പറ്റി ഖദീജ? ഞാൻ നിങ്ങളോട് പിരിയുന്ന സമയമാണ് നബിയേ. എന്റെ ജീവിതത്തിൽ നിങ്ങളെ കൂടെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ആകെ കണ്ടത് നിങ്ങൾക്ക് അടികിട്ടുന്നതാണ്, ചരലുകൊണ്ട് ഏറുകിട്ടുന്നതാണ്, നിങ്ങളെ ആക്ഷേപിക്കുന്നതാണ്, വിമർശിക്കുന്നതാണ്, പരിഹസിക്കുന്നതാണ്. എന്റെ ഹബീബായ നിങ്ങൾക്കുള്ള മർദ്ദന, തണ്ടന, താടന, പീഡനങ്ങൾ കണ്ടനുഭവിച്ച് പ്രയാസപ്പെട്ട എനിക്ക് ഒരു ശുഭപ്രതീക്ഷയുണ്ട്. നാളെയുടെ വൈകാത്തൊരു ഭാവിയിൽ നിങ്ങൾക്ക് പടച്ചവന്റെ ഒരു എളുപ്പമുണ്ടാകുന്നതാണ്. അന്ന് നിങ്ങൾ ലോകത്തെ ഭരിക്കുന്ന ആളാകുന്നതാണ്. അന്ന് നിങ്ങൾക്ക് ശത്രുക്കൾ നിങ്ങൾക്ക് മിത്രങ്ങളാകുന്നതാണ് എന്ന് ഞാൻ എന്റെ മനസ്സിൽ കാണുന്നുണ്ട് നബിയേ. പ്രയാസങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും കാലത്ത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോ നിങ്ങളൊന്ന് ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, സുഖത്തിന്റെ, ന്യാമത്തിന്റെ അവസ്ഥയിൽ എത്തുമ്പോ അത് കാണാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ടാണ് എന്റെ സങ്കടം നബിയേ. പോരാ,
അള്ളാഹുവിന്റെ റസൂലിന് സമ്പത്ത് മുഴുവനും സമർപ്പിച്ച ഖദീജ, റസൂലുള്ളാഹിക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ച ഖദീജ. എന്നിട്ടും ഭാര്യമാരെ വഫാത്തിന്റെ സമയത്ത് റസൂലുള്ളാഹിന്റെ കാല് തൊട്ടുകൊണ്ട് പറയുകയാണ്, നിങ്ങളാകുന്നൊരു മഹാമനീഷിയുടെ ഭാര്യയാവാൻ എനിക്ക് യോഗ്യതയില്ല. റബ്ബിന്റെ ഖദാ കൊണ്ട് ഈ സൗഭാഗ്യം കിട്ടിയതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദറജയും ഖദറും മാനിച്ചുകൊണ്ട് എനിക്ക് സേവനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നോട് മാപ്പ് യാ റസൂലല്ലാഹ്. ഒരു ഭർത്താവിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഭർത്താവിന്റെ മൂക്കിലൂടെ ഒലിക്കുന്ന ചീഞ്ചലം നീ നക്കി തുടച്ചെടുത്താലും ഭർത്താവിനോടുള്ള കടമ തീരൂല. നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഒരു അറാബി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ മുഅ്മിനാണ്, പക്ഷേ എന്റെ ഉറപ്പ് ദാർഢ്യമായിട്ടില്ല. അതൊന്ന് ചാഞ്ചല്യമില്ലാതെ ഹൃദയത്തിൽ ഉറച്ചു കിട്ടണോ? അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം കാണിച്ചു തരണോ? മുസ്തഫ നബി സല്ലല്ലാഹു ചോദിച്ചു, ഞാൻ എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത്? ഈ അറാബി ഒരു ഉണങ്ങിയ ഈത്തപ്പഴ തണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതിനൊന്ന് ഇങ്ങോട്ട് വിളിച്ച് വരുത്തണേ നബിയേ. എന്റെ വിശ്വാസം ഓർക്കണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്താൽ മതി, ആ ഉണങ്ങിയ മരത്തിൽ നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് ഞാൻ വിളിക്കണ്ട, ഞാൻ വിളിക്കണ നീ പോയി പറഞ്ഞാൽ മതി. അത് ഞാൻ വിളിക്കൊന്നും വേണ്ട, ഞാൻ വിളിക്കണ്ടെന്ന് നീക്കൊന്ന് പറഞ്ഞാൽ മതി, അങ്ങോട്ട് വരുന്ന. എന്താ ധൈര്യം! ചിലർ പറയും മോചത്തും കറാമത്തും ഉദ്ദേശിക്കുമ്പോൾ ചെയ്യാൻ പറ്റൂല, അള്ളാഹ് തന്നാ തന്നെന്ന്. അപ്പൊ റസൂൽ പറയേണ്ടത് എങ്ങനെ? ഇടക്കിടക്ക് മോചത്ത് അള്ളാഹ് തരലുണ്ട്, ഇപ്പൊ തരുമെന്ന് എനിക്കറിയില്ല, ഒന്ന് പോയി വിളിച്ചോക്ക്, തീരുമാനം പിന്നാക്കാന്നല്ല പറയാം. പറഞ്ഞ അങ്ങനല്ലോ, പോയി ഇങ്ങോട്ട് വിളിച്ചോ, സാധനം ഇങ്ങോട്ട് വരുന്ന. അതാണ് മുഹമ്മദ് മുസ്തഫ. ഈ ആറാബി പോയിട്ട് പറഞ്ഞു, പിന്നെ അന്നെ മുഹമ്മദ് നബി വിളിക്കുന്നുണ്ട്. ഈത്തപ്പഴം പേരെടുക്കൊണ്ട് പറഞ്ഞിട്ട് മിഠായി നീട്ടി വിളിക്കുന്ന കുട്ടികളുടെ മുമ്പിലേക്ക്, ഉമ്മാന്റെ മുമ്പിലേക്ക് അനുസരണമുള്ള കുട്ടി നടന്നു വരും പോലെ ഈത്തപ്പഴം മരം റസൂലുള്ളാഹിന്റെ അരികിലേക്ക് നടന്നിങ്ങോട്ട് വന്നു. ആറാബി അത്ഭുതപ്പെട്ടു. ഇനി ഈമാ ഓർക്കാൻ വേറെ വൈദ്യന്മാരെടുത്ത് പോണോ? അപ്പൊ ആറാബി ഈത്തപ്പഴ മരം വന്നു എന്നല്ല, റസൂലുള്ളാഹിന്റെ കാൽക്കുമ്പിൽ വന്നിട്ട് ഇങ്ങനെ സുജൂദിന്റെ ആകൃതിയിൽ ഇങ്ങനെ സുജൂദായിട്ടാണ് കിടന്നത്. അപ്പൊ ആറാബി എണീച്ചിട്ട് ഒരു സുജൂദ് വെച്ചു കൊടുക്കാനുള്ള പരിപാടി. കാരണം ഈത്തപ്പഴം റസൂലുള്ളാഹിക്ക് സുജൂദ് ചെയ്താ പിന്നെ മനുഷ്യനാവുന്ന എനിക്ക് എന്തുകൊണ്ട് പറ്റൂല? ആറാബി റസൂലുള്ളാഹിന്റെ നേരെ സുജൂദ് ചെയ്യാൻ നിൽക്കുകയാണ്. ചില കള്ളത്വരീകത്തുകാരുണ്ട്, ശൈഖിന്റെ മുമ്പിൽ മുരീദ് സുജൂദ് ചെയ്യുകയാണ്. അവര് ഖുർആൻ ഓതുന്നു, ആദം നബിയുടെ മുമ്പിൽ മലക്കുകൾ സുജൂദ് ചെയ്തില്ലേ? എന്നാ ഞാൻ പറയട്ടെ, ആദം അലൈഹി ഇസ്ലാമിന്റെ മക്കൾ പരസ്പരം കല്യാണം കഴിച്ചിരുന്നല്ലോ. നിങ്ങൾ നിങ്ങളെ മോളെ ഭാര്യയായി സ്വീകരിക്കുമോ? ഇത് കേട്ട് ഇനി സ്വീകരിക്കാൻ നിൽക്കണ്ട. ഏതോ ഒരു ജില്ലയിൽ ഒരു മനുഷ്യൻ സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ആദം അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് മലക്കളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചത് ഇപ്പോഴും എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇത് ഏതാണ് ശരീഅത്ത് എന്ന് പോലും അറിയാതെ ത്വരീഖത്തിന്റെ ശൈഖന്മാരുടെ മുമ്പിൽ പോയി നെറ്റിവെച്ച് സുജൂദ് ചെയ്യുന്ന ജാഹിലീങ്ങളുണ്ട്. അള്ളാഹു ആ ജഹാലത്തിന്റെ ബിദ്അത്തിന്റെ വലാലത്തിന്റെ വിശപ്പുകയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാരും നോക്കുന്നത് അത്ഭുതങ്ങളാണ്. ശംസുലമയോട് ഒരിക്കല് കണ്ണൂർ ഭാഗത്തുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിലൊരു ഷെയ്ഖുണ്ട്, കിണറ്റിന്റെ ഉള്ളിലായിരിക്കണേ പറഞ്ഞു. ഇപ്പോഴും കിണറ്റിലാണ്, ഇപ്പോഴും ഉണ്ടാ ഷെയ്ഖ്, കിണറ്റിലായിരിക്കണേ. എന്നിട്ടോ ചിലപ്പം വെള്ളത്തിന് മേൽക്കൂടി നടക്കണ്ട് മാത്രം പറഞ്ഞ. അപ്പൊ ശംസുൽ പറഞ്ഞ്, എടാ കിണറ്റില് തവളല്ലേന്ന് വെച്ചു. കിണറ്റിലിരിക്കണോക്കെ ഷെയ്ഖാണെങ്കിൽ തവളന്റെ അടുത്ത് ദിക്ർ വാങ്ങിയാ പോരെന്ന് വെച്ചു. അപ്പൊ ഇയാൾ അറിഞ്ഞ് പറക്കണ മാതിരിയൊക്കെ തോന്നുന്ന, അത് പരുന്തിനും പറ്റുമല്ലോ, എന്നാ അവിടെ പോയിട്ട് ത്വരീഖത്ത് വാങ്ങിക്കോ. ഇപ്പൊ നമ്മളൊക്കെ കണക്കൂട്ടി ചെയ്തിങ്ങനെ കുറച്ചിങ്ങനെ കോപ്പരാട്ടത്തിൽ അത്ഭുതം കാണിച്ച ഓക്കെ ആയി. എന്നിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്ന കുടുംബമുണ്ട് കാര്യങ്ങൾ. ഊതിച്ച് സോക്കേട് മാറിയാ പിന്നെ ഷെയ്ഖായി. മുപ്പര് ഇരിക്കണതോ പൂക്കളൊക്കെ കൂടി കാണിച്ചിട്ട് പിന്നെ എല്ലാം കാണിച്ചിട്ട് അത്ര ഞാൻ പറഞ്ഞുള്ളൂ. കുറെ അന്യ പെണ്ണുങ്ങളെ നടുവിൽ ഇങ്ങനെ ഇരിക്കുക. എന്നാ പിന്നെ ഭ്രാന്തുണ്ടോ? ജദ്ബ് എന്നുള്ളൊരു സംഗതി ഉണ്ട്, നമ്മൾ പരിശോധിക്കുമ്പോ ഇല്ല. എന്നാ പിന്നെ നിസ്കരിക്കുവോ? അതുമില്ല. എന്നാലും ഷെയ്ഖാണ്. താടിയും തായമ്പുള്ള ആൾക്കാർ വരെ ബാക്കിൽ നടക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മത്സരം നടത്തിയിട്ട് കുഴങ്ങിയിട്ട് ഞങ്ങളൊക്കെ ഇരിക്കുന്നു. കാരണം എല്ലാവർക്കും ഇപ്പൊ സോക്കേട് മാറിയാൽ മതി, വയറുവേദന മാറുക, മൂത്രം ഒഴിക്കൂല. പക്ഷെ ഷെയ്ഖിനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒഴിച്ചു. അപ്പൊ പിന്നെ ദിക്ർ വാങ്ങി ത്വരീഖത്തിന് ഷെയ്ഖായി. എന്റെ മോള് മൂത്രയിക്കാൻ പറ്റിയിട്ട് പെടേനെ മൂപ്പരാണ് മൂത്രം ഒഴിപ്പിച്ചു കൊടുത്ത്. അത് നേരത്തെയും കുറെ ആൾക്കാർ ഒഴിപ്പിച്ചു കൊടുത്ത് മൂപ്പര്.
അതുകൊണ്ട് ഇപ്പൊ എല്ലാരും കൂടി ഷെയ്ഖാക്ക്. ഇങ്ങനെ കുറെ പൊട്ടത്തരം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വിജ്ഞാനത്തിന്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന ദുരിതങ്ങളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത്ഭുതങ്ങൾ ഒരാളെ വിലായത്തിന്റെ മാനദണ്ഡമേ അല്ല. പിന്നെ വലിയ വലിയ ആളുകൾ സ്വാലിഹ്യങ്ങളായ അത്ഭുതങ്ങൾ ഉണ്ടാവും, അത് കറാമത്ത് എന്ന് പറയും. എന്നാ സായിബാബന്റെ ഇരുന്ന് അത്ഭുതം ഉണ്ടാവും, മാതാ അമൃതാനന്ദമായി അത്ഭുതം കാണിക്കും, ശിവശങ്കർ അത്ഭുതം കാണിക്കും. ഇല്ലാന്ന് വരണ്ട, കാണിക്കും, 100 വട്ടം കാണിക്കുന്നു വിശ്വസിക്കുന്ന ആളായാൽ. അതിനേക്കാളും വലിയ അത്ഭുതം ദജ്ജാലും കാണിക്കും. ഈ വരുന്ന ദജ്ജാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ കരുതിയിട്ട് എല്ലായിടത്തും പോയിട്ട് ഈമാൻ അടക്കുക. ഇന്നാളൊരു മഹല്ലിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് അമ്പലത്തിൽ പോയിട്ട് ബിംബത്തിന്റെ ചുറ്റുവാൻ തേങ്ങയിട്ട് ഇങ്ങനെ കറങ്ങാണല്ലോ, മരോളെ തലവേദന ആറാൻ വേണ്ടിയിട്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആരോ പറഞ്ഞാണല്ലോ, തേങ്ങ എടുത്തിട്ട് ചിറ്ററൊന്ന് ഓടി കളിച്ചാൽ തലവേദന മാറും, പ്രേതം ഇറങ്ങി പോകും. അപ്പൊ മൂപ്പര് തേങ്ങ ഒക്കെ ആയിട്ട് ഇങ്ങനെ ബിംബത്തിന് ചിറ്റോറ് ഓടി കളിക്കുന്നത്. മഹലിന്റെ സെക്രട്ടറിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആദ്യം 4 സെക്രട്ടറിമാരും ഖജാജിമാരും മഹലിനെ നിയന്ത്രിച്ച സമയത്ത് മഴയും കിട്ടൂല. അതാണ് സമയത്ത് മഴയും കിട്ടൂല. അള്ളാഹു നമ്മളൊക്കെ സലാമത്താക്കി തട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ആ സമയത്ത്, അപ്പോൾ ഈ അറാബിയായ സ്വഹാബി റസൂലുള്ളാഹിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ നിന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അരുത് അരുത് അരുത്, ഒരാളും മറ്റൊരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യല്ലേ. അങ്ങനെ എങ്ങാനും അള്ളാഹു ഒരു സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, ഒരു ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ അത് പറ്റൂല. ഖദീജ റളിയല്ലാഹു തആല അൻഹാ റസൂലുള്ളാഹിനെ നോക്കി പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയെ നോക്കി പൊട്ടിക്കരയുകയാണ്. ഖദീജ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയുന്ന അവസാന സമയത്ത് ഖദീജ ബീവിയെ നോക്കിയിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഖദീജ, എന്റെ ഖദീജ, നീ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. സ്വർഗത്തിൽ നിനക്ക് കൊട്ടാരമുണ്ട്. അവിടെ നിന്റെ ചക്കുളത്തികളായ എന്റെ ഭാര്യമാരെ കണ്ടാൽ എന്റെ ഒരു സലാം പറയണേ ഖദീജ. മുഹമ്മദ് മുസ്തഫ, നീ നേരെ സ്വർഗത്തേക്കാ പോണത്. അവിടെ എന്റെ ഭാര്യമാർ എന്റെ ചക്കുളത്തികൾ ഉണ്ടാവും. ഒരു സലാം പറയണം. ആ മരിക്കണ സമയത്ത് ഖദീജാവിന്റെ സ്വഭാവം നോക്കാണ്, വിജ്ഞാനം പഠിക്കാണ്. നബിയേ, നിങ്ങൾ ഭാര്യമാരോ എന്നെ കെട്ടണതിന് മുമ്പ് നിങ്ങൾ വേറെ കെട്ടിക്കണോ? പിന്നെ നമ്മള് ഒരുമിച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾ മറ്റൊരു ഭാര്യനെ കുറിച്ച് ചിന്തിച്ചിട്ടും കൂടിയല്ലോ. പിന്നെ ഏതാണ് നിങ്ങളെ ഭാര്യമാര്, ചക്കുളത്തിമാര്? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഖദീജ, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ പടച്ചവൻ ഒരുക്കി വെച്ച ആയിരങ്ങളായ ഹൂറുല്യങ്ങളുണ്ട്. അവരെയാണ് ഞാൻ എന്റെ ചക്കുളത്തികൾ എന്ന് പറഞ്ഞത്. അവരോട് എന്റെ ഒരു സലാം പറയണേ നബിയുനാ റസൂലുള്ളാഹി. ഖദീജ ബി വഫാത്തിന്റെ സമയത്ത് വസിയത്ത് ചെയ്യുകയാണ്, എന്റെ ഹബീബേ, ഞാനങ്ങ് വഫാത്തായാൽ എന്നെ സംസ്കരിക്കേണ്ടതും എന്നെ കഫൻ ചെയ്യേണ്ടതും എനിക്ക് വേണ്ടി ഖബറിൽ പോവേണ്ടതും എന്നെ ഖബറിലേക്ക് താഴ്ത്തി വെക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയെ പൊതിയുകയാണ്. ഖദീജ ബീവിയെ കട്ടിലിലേറ്റുകയാണ്. റസൂലുള്ള താങ്ങിക്കൊണ്ടുപോവുകയാണ്. ഖദീജ ഉമ്മയുടെ ഖബറിലേക്ക് റസൂലുള്ള കരഞ്ഞുകൊണ്ടിറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഖദീജ ഉമ്മ ഖബറിലേക്ക് ഇറങ്ങിക്കിടക്കുകയാ. പിന്നെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി തന്റെ വീട്ടിലേക്ക് വന്നപ്പോ കൊച്ചുമോളായ ഫാത്തിമയെ കാണാൻ റസൂലുള്ളാഹിക്ക് കഴിയുന്നില്ല. ഉമ്മയുടെ വേർപാടിന്റെ നൊമ്പരം കൊണ്ട് കരഞ്ഞ് കണ്ണീര് തുടച്ച് ഏങ്ങലടിച്ചിരിക്കുന്ന ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലാകുന്ന ഉപ്പയോട് ചോദിക്കുകയാണ്, ഉപ്പാ, ഐന ഉമ്മീ, ഐന ഉമ്മീ.
എന്റെ ഉമ്മ പരലോകത്ത് എവിടെയാണ് ഉപ്പ? ആ സമയത്ത് അള്ളാന്റെ റസൂല് പറയുകയാണ്, മോളെ ഫാത്തിമ വിഷമിക്കണ്ട, ഉമ്മുക്കി ഫിൽ ജന്നതി ഫീ ബൈത്തിൻ മിൻ ഖസബി മൻദൂമിൻ ബിദുർരിൻ വയാഖൂത്ത്. സ്വർഗ്ഗത്തിലുള്ള മുത്തുകളാലും യാക്കൂത്തുകളാലും നിർമ്മിക്കപ്പെട്ട മുളക്കൊട്ടാരത്തിന്റെ പ്രത്യേകമായ കൊട്ടാരത്തിന്റെ മട്ടുപ്രാവില് അവിടെയുള്ള തേനരുവിയിൽ നിന്ന് സന്തോഷത്തോടെ മുക്കി കുടിച്ചുകൊണ്ട് കഴിയുകയാണ് നിന്റെ ഉമ്മ മോള് ഫാത്തിമ എന്ന് അള്ളാന്റെ റസൂല് ഫാത്തിമ മോളോട് പറയുകയാണ്. അങ്ങനെ ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷമാണ് ഖൗലത്ത് ബീവിയുടെ ഇടപെടൽ കൊണ്ട് അള്ളാന്റെ റസൂല് ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത്. 6-ാം വയസ്സിൽ നിക്കാഹ്. വളരെ പെട്ടെന്ന് നിർത്തട്ടോ, പെട്ടെന്ന് നിർത്താം. 6-ാം വയസ്സിൽ നിക്കാണ്. നിക്കാഹിന്റെ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയണില്ല, സമയമില്ല, അതുകൊണ്ടാണ്. പക്ഷേ നിക്കാഹ് കഴിഞ്ഞു. ആയിഷ ബീവി ഉപ്പന്റെ ഉമ്മന്റെ അടുത്തേക്ക് പോയി. പിന്നെ സംഗമിച്ചിട്ടേ ഇല്ല. അവിടെ സംഗമിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. പിന്നെ ഏറും കുത്തും ത്വായിഫൊക്കെ പോക്കും ഒക്കെ കൂടി ഒരു കഥയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ആയിഷാവിനെ എവിടെ കൊണ്ടുനടക്കാനാ? അങ്ങനെ ഹിജറക്ക് സമ്മതം കിട്ടി. ആടെ ആയിഷാബി പറയുന്നുണ്ട്, എന്നും ഉച്ചക്കാണ് റസൂല വീട്ടിലേക്ക് വരിക. ഒരു ദിവസം കണ്ടീന്ന് വൈകുന്നേര സമയത്ത് വരണം. അപ്പൊ വാപ്പ അങ്ങനെ കാത്തിക്ക റസൂല്ലാനെ. ഒരു ദിവസം കാണാക്കാൻ പറ്റില്ല, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെയാണ്, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. മൊത്തക്ക് അങ്ങനെ നോക്കിക്കോ ശ്രദ്ധിക്കും. അപ്പൊ റസൂല്ല പറയണം, ഒന്നാണ്ട് പോയിക്കോ, ഒന്നങ്ങോട്ട് പോയിക്കോ. റസൂല്ല പറഞ്ഞോടത്തേക്ക് സിദ്ദീഖ് പോവും. അല്ലെങ്കിൽ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും അബൂബക്കർ സിദ്ദീഖ്, എപ്പോഴും ഉണ്ടാവും. മുമ്പൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് മൊത്തമൊക്കെ നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ. അപ്പോ ഐഷാബി ആ ഓർമ്മയെന്ന് പറയാണ്. 6 വയസ്സുള്ള കുട്ടിയാണല്ലോ, 6, 7, ഒരു 8 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഐഷാബി പറയാണ്, ഉച്ചക്ക് വന്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈകുന്നേരം ഉപ്പാന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കാത്തിക്കാം. അസ്സലാമു അലൈക്കും യാ അബൂബക്കർ. വലൈക്കും അസ്സലാം യാ റസൂലല്ലാഹ് ഫിദാക അബീ വ ഉമ്മീ യാ ഹബീബല്ലാഹ്. സിദ്ദീഖുൽ അക്ബർ ഇപ്പോഴും പറയുന്നത് ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. എന്റെ അമ്മി ഇപ്പി നിങ്ങൾക്ക് തരാം. സ്നേഹത്തിന്റെ ഒരു സമർപ്പണത്തിന്റെ പ്രോജ്വലമായ ഒരു വാക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തപ്പോ ഈ സമയത്ത് ഞാനേ ഹിജറക്ക് സമ്മതം കിട്ടിക്കണേന്ന് പറഞ്ഞു. ഉടനെ സിദ്ദീഖ് വെച്ചത് ഏത് വൈക്ക കൂടിയാ പോണെന്നല്ല, ഹിജറക്ക് സമ്മതം കിട്ടിക്കണെന്ന് വെച്ചപ്പോ സിദ്ദീഖുള്ളാൻ പറഞ്ഞത് ആ സുഹബത്ത യാ റസൂലല്ലാഹ്, എന്നെ കൂട്ടാൻ പറഞ്ഞിക്കണോന്ന് വെച്ചു. കാരണം അതാണ് ഇവിടെ വേണ്ടത്. കുട്ടികൾ ഹിജറ എന്ന് പറഞ്ഞാൽ കുട്ടികളെയും മക്കളെയും ഇവിടുത്തെ സമ്പത്തൊക്കെ ഇട്ടെറിഞ്ഞു പോവാണ്. എന്നാലും എന്നെ കൂട്ടാൻ പറഞ്ഞിക്കണോന്നാ ചോദിച്ചത്. അബൂബക്കർ ഇതങ്ങോട്ട് കേട്ടപ്പോ സന്തോഷം കൊണ്ട് അശ്വഗുണങ്ങൾ ഒഴുക്കി മുഹമ്മദ് അബൂബക്കർ സിദ്ദീഖ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര ചെയ്യണേ, അതൊക്കെ പഠിക്കണം മുത്തലിമീങ്ങളെ. റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര ചെയ്യാൻ ഇവിടെ മക്കൾ പോയാൽ എന്താ, പെണ്ണുങ്ങളെ കൊണ്ടയില്ലെങ്കിൽ എന്താ? എന്നെ ഞാനാക്കി മാറ്റിയ ഒരാളുണ്ട്, ആളെ കൂടെ യാത്ര ചെയ്യാണ് മുഹമ്മദ് മുസ്തഫ. സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. യാത്ര എങ്ങനെ? വാഹനമില്ല, ഓടുകയാണ്. കാരണം ബാക്കിൽ കൊല്ലാൻ വേണ്ടി വരിക, അതിനിടയ്ക്ക് ഓടുന്നത്. എന്നാലും കരഞ്ഞു, സന്തോഷം കൊണ്ട് കരഞ്ഞു. ആ പോക്ക് ഷൗക്കത്ത് മുസ്ലിയാരെ മാൻ കൊടുക്കാൻ വേണ്ടി പോകട്ടെ. അപ്പൊ അതുകൊണ്ട് എന്നാൽ ഇത്ര നേരം ഇരുന്നല്ലോ, അള്ളാഹു കബൂലാക്കട്ടെ. അദ്ദേഹം കുറെ ദിവസമായിട്ട് ഇടയ്ക്ക് അവിടെ ഇറങ്ങുമ്പോൾ എന്നോടൊരു വാലിന് ഡേറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ തരാന്ന് പറഞ്ഞിങ്ങനെ നീട്ടുകയാണ്. ഇൻഷാ അല്ലാഹ് വൈകാതെ കൊടുക്കണം തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. ഇനി കേൾക്കണേ. അങ്ങനെ ഹിജറൊന്നും പറയാൻ സമയമില്ല. മുത്തുനബി മദീനയിലെത്തി. ആയിഷ ബീവിയും റസൂലുള്ളാഹിന്റെ ഭാര്യ സിദ്ദീഖിന്റെ മോള് റളിയല്ലാഹു അൻഹു എല്ലാവരും ഇവിടെ മക്കയിലാണ്. മസ്ജിദുൽ ഖുബാ പണിത് കഴിഞ്ഞു, മസ്ജിദുൻ നബവിയും പണിഞ്ഞു. റസൂലുള്ള കുടുംബത്തിനെ മക്കയിൽ നിന്ന് മദീനയിൽ എത്തിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. റസൂലുള്ളാഹിന്റെ കുടുംബം സിദ്ദീഖിന്റെ കുടുംബം ഒരുമിച്ചിട്ടാണ് വരുന്നത്. വന്നു, കുറെ സംഭവങ്ങളൊക്കെ ഇടയിലുണ്ടായി, പറയാൻ സമയമില്ല. മദീനയിലെത്തി. ഇനി ഇവിടെയാണ് വിമർശിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്, 6-ാം വയസ്സിൽ കൊച്ചുമോളെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുക ഇല്ല. 9 വയസ്സായി. റസൂലുള്ള കല്യാണം കഴിച്ച പെൺകുട്ടിയാണ്, നിക്കാഹ് കഴിഞ്ഞിരിക്കണ്. നമ്മളെ കുട്ടികളെ മാതിരി പോയി എത്തി വെക്കുക, എന്നിട്ട് പിന്നെ സദാ വെളിയും ഐസ്ക്രീം ഒരു കഥ തന്നെ. നിക്കാഹ് കഴിഞ്ഞിട്ടും കൂടി ഇല്ല. എന്തിനേറെ പറയണ്, ഇവിടെ ഇരുന്നീന നാസർ ഇപ്പൊ എവിടുക്ക പോയിന്ന് എനിക്കറിയില്ല. ആ നാസർ എന്നോട് പറഞ്ഞിരുന്നു, പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥലത്ത് ദാവത്തിന് വേണ്ടി പോയ സമയത്ത് കല്യാണം നിശ്ചയിച്ചിട്ട് 3 കൊല്ലമായി, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. പക്ഷെ 1-2 കുട്ടികളുണ്ട്. ഈ നാസർ ഇവിടെ ഇരുന്ന് നാസർ എന്നോട് പറഞ്ഞത്, കല്യാണം നിശ്ചയിച്ചിട്ട് 4 കൊല്ലത്തോളമായി, നിക്കാഹ് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കല്യാണം നിശ്ചയിച്ച ആണിനും പെണ്ണിനും 2-3 കുട്ടികൾ. അപ്പൊ ഇവര് പോയിട്ട് ചോദിച്ചു, ആ നിക്കാഹ് ഇപ്പൊ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇവരെ നിർബന്ധത്തിനാണല്ലോ ചില ആൾക്കാർക്ക് നിക്കാഹ് അപ്പം നടത്തി കൊടുത്തത്.
അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അത് അത്രത്തോളം എന്തെങ്കിലും അതിന്റെ ആമുഖമൊക്കെ നമ്മളെ മലപ്പുറം ജില്ലയിലുണ്ട്. കല്യാണം അങ്ങോട്ട് നിശ്ചയിക്കുക, പിന്നെ ഓനെയും ഓളയും കൂടി ഒരു വണ്ടിയിലാണ് പറഞ്ഞേക്കുക. പിന്നെ ഇവരിങ്ങനെ പോകണം, മൈസൂർ, ബാംഗ്ലൂർ, എറണാകുളം, തിരുവനന്തപുരം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് വരണേ. നല്ല രസം ഉണ്ടാവും. മണിയറയ്ക്ക് പൊണ്ണ് വരണ സമയത്ത് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാ പിന്നെ ആ നിക്കാവെന്നാണ് നടത്തി കൊടുത്തൂടെ? എന്തിനാ എങ്ങനെ പിടിച്ചേക്കണാണ് നടത്തി കൊടുത്തൂടെ? പിന്നെ ഔദ്യോഗിച്ച് കൂട്ടിക്കൊണ്ടല്ലേ പിന്നെ ഇക്കോളി അബദ്ധം സംഭവിച്ചു. അബദ്ധം എന്ന് പറഞ്ഞാൽ മസാലപരമായിട്ടല്ല, പിന്നെ പെണ്ണ് വരുന്ന സമയത്ത് കുട്ടികളൊക്കെ കൂടി ഉമ്മാനെ പ്രകടനം നടത്തിയിട്ട് കല്യാണ പന്തൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പുതിയ ഇങ്ങനെ വരുമ്പോൾ മുമ്പിൽ മൂത്തോനെ സൈഡിൽ പിന്നെ താഴുള്ളവന് ബാക്കിൽ പെൺകുട്ടി ഇങ്ങനെ തള്ളിയിട്ട് മണിയറിയിക്ക് ഉമ്മാൻ അടക്കി അടക്കി വെച്ചു തല്ലി അടക്കി ബുകല്ലി ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതേ ഞാൻ പറഞ്ഞു, നിക്കായെങ്കിലും നടത്തി കൊടുക്കണ്ടേ? ഇവിടെ 6-ാം വയസ്സിൽ നിക്കാഹ് നടന്നു, 9 വയസ്സ് വരെ പിന്നെ ഒരുമിച്ച് കൂടിയിട്ടില്ല. പിന്നെ നിങ്ങൾ നോക്കിയ റസൂലുള്ളാന്റെ തിടുക്കല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയിക്കാണ്, നബിയെ മുത്തനബിയെ നമ്മളെ മോളെ നിക്കാഹ് ചെയ്ത് കാണല്ലോ, ഒന്ന് വീട് കൂടണ്ടേ? ആയിക്കോട്ടെ കൂടുക. അങ്ങനെ ഏതുണ്ട് വീട് കൂടണ്ടേ? ഞാനിപ്പോ ശാന്തായി, മദീന ശാന്തായി, മസ്ജിദുൽ കുബ പണിതു, മസ്ജിദ് നബി പണിതു, ദഅവത്ത് പരസ്യമായിട്ട് നടത്താൻ പറ്റി, എല്ലാവരും റസൂലുള്ളാന്റെ കൈപ്പിടിയിലായി. മക്കയിലെ കാഫിര്യങ്ങൾ താൽക്കാലികമായിട്ടൊന്ന് അടങ്ങി, ബദറൊക്കെ ഒന്ന് താൽക്കാലികമായിട്ട് അടങ്ങി. ഇനി കല്യാണമാണ്. കല്യാണം നല്ല രസമാണ്. അപ്പോൾ ആയിഷാബി ഊഞ്ഞാലാടുകയാണ്. കാരണം അതാണ് ഈ പെൺകുട്ടികൾക്കൊക്കെ ഊഞ്ഞാലാട്ട്. എന്റെ മോളെ എപ്പോ പോയാലും ഊഞ്ഞാലാണ്ട് കയറിക്കോ, എന്നിട്ട് എന്നോട് അറിയും ആട്ടിപ്പാന്ന് അറിയും. ഇപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും ഞാൻ ആട്ടി കൊടുക്കല, ഇങ്ങനെ ആട്ടില്ല. ചിലപ്പോൾ എന്റെ കാക്കാടി കൊടുക്കും. ഈ പെൺകുട്ടികൾ ഊഞ്ഞാലും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ആൺകുട്ടികൾ അങ്ങനെയല്ല. ആൺകുട്ടികൾ പുട്ടും കടലുണ്ടാക്കി കളിക്കല. ഈ പിന്നെ ചിരട്ടയിൽ ഇങ്ങനെ മണ്ണൊക്കെ കൂടി കോരിയിട്ട് പുട്ടുണ്ടാക്കി ടൈമിൽ കൂടി ഇങ്ങനെ കറി ഒഴിച്ചുകൊണ്ട് കുറച്ച് ഇലകളൊക്കെ ഓർന്ന് വെച്ചിട്ട് പൈസ ആക്കും. പുതിയ 2000-500 ആയിട്ട് ഇങ്ങനെ. ഇപ്പോഴൊന്നും ചേട്ടാ, ഇപ്പൊ ഈ മൊബൈൽ ഇറങ്ങിയോടുകൂടി ഒക്കെ പോയിക്കണം. മൊബൈൽ ഇറങ്ങിയോടുകൂടി ഒക്കെ പതിമല. നാള് ഒരു തള്ള കുടുംബത്തിലെ വല്യമ്മയാണ്, അതിങ്ങനെ നടുവിലിരിക്കുന്നുണ്ട്. പേരക്കുട്ടികളും കുട്ടികളൊക്കെ കൂടി സൈഡിൽ ഒരു 10-40 കുട്ടികളും എല്ലാരും വയറിങ് ചെയ്ത് ഈ കൂടി ഇങ്ങനെ ഇയർഫോൺ ഇട്ട് ചവിട്ടിൽ വെച്ചിട്ട് മൊബൈലിട്ട് ഇങ്ങനെ നിൽക്കുക. തള്ള തൊള്ളയും തുറന്നിട്ട് റബ്ബർ ബന്ധ് കീറിയ മാതിരി ഒരൊറ്റ കുട്ടി ഇങ്ങോട്ടും മുണ്ടില്ല, ഇവിടെ നാണ്ടും മുണ്ടില്ല. 40 ആൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു കൊലായിൽ മണിക്കൂർ നിന്നിട്ട് കുടുംബത്തിൽ പരസ്പരം ആണ്ടുകൊണ്ടൊന്നും മുണ്ടില്ല. കാരണം ചെക്കന്മാരൊന്നും മിണ്ടാൻ കിട്ടുമല്ലോ, ഒക്കെ കയ്യിലിതാണ്. തള്ളക്കാണെങ്കിൽ ഇത് ഉപയോഗിക്കാനോട്ട് പറ്റണില്ല. തള്ള ഇതൊക്കെ കൂടി നോക്കിയിട്ട് എന്താ ചേലേ നോമ്പറക്കണരേ ആയിട്ടിരിക്കും. അപ്പൊ ഇന്നത്തെ കാലത്ത് ഈ കളിയൊക്കെ എടുത്തു പോയത് മൊബൈൽ രംഗത്ത് ഇറങ്ങിയതുകൊണ്ടാണ്. പഴയ കാലം അങ്ങനെയല്ല. ആ കൂട്ടത്തിൽ ആയിഷാ ബീവി ഓർത്തുപോയതാണ്. ഊഞ്ഞാലിൽ വിദഗ്ധയാണ്, എപ്പോഴും ആടും. കല്യാണത്തിന്റെ ദിവസം ഊഞ്ഞാലാടുകയാണ്. അതാ തന്റെ കൂട്ടുകാരികൾ ഒന്നിച്ച് ഊഞ്ഞാലാടുകയാണ്. അപ്പോഴാണ് മണവാളനായി അവിടെ കയറി വരുന്നു മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ നിന്ന് സഹാബാക്കളായിട്ട് റസൂൽ സിദ്ദീഖ് അക്ബറിന്റെ വീട്ടിലെത്തി. അപ്പോ ഉമ്മുറുമ്മാൻ ആയിഷാബിയുടെ ഉമ്മ, ആയിഷ എന്താ അറിയാനല്ലേ, കൊച്ചുകുട്ടിയല്ലേ എന്റെ അമ്മ, ചെറിയ കുട്ടിയല്ലേ, അല്ല ചെറിയ കുട്ടിയാകുമ്പോ എന്താ അറിയാനാ, ഇവിടെ വാ മാൻ്റെ ഒന്ന് കുളിച്ച്. ആയിഷാബിയെ കുളിപ്പിച്ചു. ആയിഷാബീനെ അമ്മ കുളിപ്പിച്ചു കൊടുത്തു. മാൻ്റെ കുട്ടി കുളിക്കുന്ന കുളിപ്പിച്ചു കൊടുത്തു. മുടിയൊക്കെ ഒന്നാണ് ചീകി കൊടുത്തു. പുതിയ തുണിയും കൊപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോഴും ആയിഷാബിക്ക് മനസ്സിലായിട്ടില്ല 9 വയസ്സല്ലേ എന്താണ് സംഗതി എന്ന്. പക്ഷെ മണവാളൻ അൽ അമീൻ മുഹമ്മദ് മുസ്തഫ നേരത്തെ പോയിട്ട് ഇരിക്കണ്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കണ്ട്. അവിടെ കുളിപ്പിച്ച് മുടിയൊക്കെ ചീകി കൊടുത്ത് തുണികുപ്പായൊക്കെ മാറ്റി ഉമ്മുറുമ്മാൻ എന്ന ഉമ്മ ആയിഷ കുട്ടി ഇങ്ങനെ കൊണ്ടുവരികയാണ്. റൂമൊക്കെ ഇങ്ങനെ കിടന്നപ്പോ അവിടെ റസൂലുള്ള കണ്ടപ്പോ തന്നെ ഒന്ന് പുഞ്ചിരിച്ചു. അപ്പൊ നാണം കുടുങ്ങിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ റസൂലുള്ളാന്റെ കയ്യിൽ ഒരു ഗ്ലാസ് പാലുണ്ട്, കുറച്ച് കുടിച്ചു, ബാക്കി ആയിഷാബി കൊടുത്തു മുഹമ്മദ് മുസ്തഫ. ആയിഷാബി പറയാണ്, കയ്യിൽ പാലിട്ടപ്പോ ഞാൻ നാണം കൊണ്ട് അത് കുടിച്ചു. അങ്ങനെ ഒരു പരിപാടി അന്ന് നടന്നു. കല്യാണം വീട് കൂടിയത് അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. അരമനയുടെ സ്വകാര്യങ്ങളിലേക്ക് എത്തി നോക്കാൻ പ്രമാണം അനുവദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, റസൂലുള്ളാന്റെ അരമനയുടെ സ്വകാര്യ സൂക്ഷിപ്പുകാർ ഇത്ര സുഭദ്രമായി ലോകവിജ്ഞാന ശാഖകളെ വികസിപ്പിക്കാൻ പരിശ്രമിച്ച ആയിഷത്തു തുഹ്റ,
പിന്നീട് സ്വഹാബാക്കളിൽ പലരും എന്ത് സംശയങ്ങൾ വന്നാലും സമീപിക്കുന്നത് ആയിഷ ഉമ്മയാണ്. ആയിഷ ഉമ്മയെ സമീപിച്ചുകൊണ്ടാണ് സംശയങ്ങൾ തീർക്കല്. എന്നാൽ സ്വതക്കയിൽ മുമ്പിലുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ഓത്തിൽ മുമ്പിലുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹാ, ദഅവത്തിൽ മുമ്പിലുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹാ, സുന്നത്ത് നോമ്പിൽ മുമ്പിലുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹാ, എല്ലാത്തിലും മുമ്പിലാണ്. അതിനു പുറമെ പെണ്ണുങ്ങളെ ഒരു കാര്യം പഠിച്ചോ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് 18 വയസ്സാണ്. വഫാത്താകുന്നത് 63 വയസ്സിലാ. ഒരു ഭർത്താവില്ലാതെ വിധവയായി 40 കൊല്ലത്തോളം മദീനയിൽ ജീവിച്ചിട്ട് ചാരിത്ര വിശുദ്ധിക്ക് കളങ്കലേൽപ്പിക്കുന്ന ഒരു ചെറിയ സംഗതി പോലും ആയിഷ ബീവിയെ കുറിച്ച് കേട്ടിട്ടില്ല, കേൾക്കുകയുമില്ല. അബൂദാബിയിൽ കെട്ടിയവൾക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി അറബിയുടെ ആട്ടും തുപ്പും സഹിച്ചുകൊണ്ട് എല്ലുമുറിയെ പണിയെടുത്തുകൊണ്ട് അതാ കഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ അഭാവത്തിൽ ഭർത്താവ് നാട്ടിലേക്ക് അയച്ചു വന്ന പൈസയുമായി മൊബൈൽ വാങ്ങിയിട്ട് പുറത്തുള്ള ആൺപിള്ളേരുടെ എല്ലാ നമ്പറുകളും ശേഖരിച്ചുകൊണ്ട് പാതിരാവിലെ അമ്മായിമ്മ ഉറങ്ങിയാൽ, അമോശനങ്ങ് റൂമടച്ചാൽ, കൊച്ചുമക്കളങ്ങ് കൂർക്കം വലിച്ചാൽ, അർദ്ധരാത്രിയുടെ ഉള്ളറയില് നാട്ടിലുള്ള സകല ഡ്രൈവർമാരെയോ നാട്ടിൽ ഇഷ്ടപ്പെട്ട കാമുകന്മാരായിട്ടുള്ള ഇവ കോമളന്മാര് ഭർത്താവ് ഉണ്ടാക്കി കുടുങ്ങി കടത്തിൽ കഴിയുന്ന വീടിന്റെ മാർബിളിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് പാതിരാവിന്റെ ഉള്ളറയിൽ ഭർത്താവ് വാങ്ങിത്തന്ന കട്ടിലില്, ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു വന്ന ബെഡ്ഷീറ്റില് അന്യപുരുഷന്റെ വിയർപ്പിന്റെ ഉപ്പുരസം പുരളാൻ പാതിരാത്രിയിൽ ശരീരം പച്ചമാംസം പോലെ പ്രദർശിപ്പിക്കുന്ന ഈ സദസ്സിലുള്ള പെണ്ണുങ്ങളല്ലോ, പക്ഷെ കേൾക്കുന്നവരിൽ പലരുമുണ്ടല്ലോ. ശ്രദ്ധിച്ചോ. 18-ാം വയസ്സിൽ വിധേയയായി 40 കൊല്ലത്തോളം മദീനയിൽ ജീവിച്ചിട്ട് ചാരിത്ര വിശുദ്ധിക്ക് കർമ്മങ്ങൽപ്പിക്കുന്ന ഒരു ചെറിയ അംശം പോലെ ആയിഷാബിയെ കുറിച്ച് സംശയിക്കാൻ ചരിത്രത്തിൽ വകുപ്പില്ല. ഇന്നും ഒരു ഭർത്താവ് പറഞ്ഞു, എൻ്റെ ഭാര്യയെക്കുറിച്ച് എനിക്ക് സംശയം നീങ്ങണില്ല, എപ്പോൾ അവൾക്ക് ഞാൻ വിളിച്ചാലും എപ്പോഴും എൻഗേജിലാണ്. എന്നോട് പറയും മൂത്തമ്മ വിളിച്ചാണ്, എളാപ്പ വിളിച്ചാന്ന് പറയും. പക്ഷേ നാട്ടിൽ വന്നിട്ട് 2 മാസം വന്നപ്പോൾ കണ്ട മനുഷ്യന്മാരൊക്കെ എന്നോട് പറഞ്ഞത്, ഭാര്യയെ ശ്രദ്ധിക്കണം കേട്ടോ, ഓളെ രാത്രി മറ്റേ ഓട്ടോ ഡ്രൈവറെ കൂടെ കാണുന്നുണ്ട്, ഈ തെങ്ങുകാരനെ ആളെ കൂടെ കാണുന്നുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ എന്ന് എന്നോട് പറയുന്നുണ്ട്. എന്താ വേണ്ടത്, തൊലാക്ക് വേണോ വേണ്ടേ, നിങ്ങൾ പറയും പോലെ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താ പറഞ്ഞേന്ന, അപ്പൊ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ വിളിച്ചു ചോദിച്ചോളി, അപ്പൊ വേറെ പറഞ്ഞുതരാം. പറഞ്ഞതവിടെ എന്താ പെണ്ണുങ്ങളെ എങ്ങനെ ആയാൽ പറ്റുമോ? പക്ഷെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം, കുറെ വളം വെച്ചു കൊടുക്കുന്ന ആണുങ്ങളായ നമ്മളുമാണ്. കാരണം ഒരു മീൻകാരൻ വന്ന പാത്രേറ്റ് പോണ ആരാ? നമ്മള് പെണ്ണുങ്ങള്. തേങ്ങടുമ്പോ പെറുക്കി കൂട്ടാൻ പോണ ആരാ? നമ്മള് പെണ്ണുങ്ങള്. അന്റെ പണി എന്താ? കൊലയും ഇങ്ങനെ ഇരുന്നിട്ട് കാണുക. അവസാനം തെങ്ങുകാരി ആളെ കൂടെ ബളാണ് ചാടിപ്പോവാ. അപ്പൊ എന്നറിയാ, വാതില് തുറന്നിട്ട് ഇയാണേന്ന്. നമ്മള് ഗൾഫില് എന്നിട്ട് തറന്റെ മേലെ നമ്മളെ പെണ്ണും എഞ്ചിനീയറും ഇങ്ങനെ നിൽക്കുക. നമ്മൾ അബുദാബിയില് പുരത്തറന്റെ മേലെ 2 പടപ്പുകൾ മാരിവിന്റെ ശേഷം ആരാ? പുരണ്ടാക്കണ എഞ്ചിനീയർ, നമ്മളെ പെണ്ണുങ്ങളും. അപ്പൊ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ പറയാ, ഞാൻ അബ്ദുറഹ്മാൻ പോയി തർമ്മലാണല്ലോ എന്തേ? അല്ല, ഞാനത് വരാൻ തന്നെ വിളിച്ചത്. പിന്നെ പൊരന്റെ ആക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങള് പൈസ കൊണ്ട് അയച്ചെന്നാൽ മതി. മാർബിളും ടൈൽസൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം, പണിക്കാരൊക്കെ ഇവിടെ റെഡിയാ, പൈസ കൊണ്ട് അയച്ചെന്നാൽ മതി. ധാരാളമൊക്കെ നിർത്തി കാളി. ഞാൻ പുബന്റെ കൂടെ സംസാരിക്കാം, പിന്നെ വിളിക്കും. പൊട്ടൻ പൈസ അയച്ചു കൊടുക്കണ്, ഇവലിങ്ങനെ തറമ പോകും. പിന്നെ മാർബിൾ എടുക്കാൻ പോണ 2 ആളും കൂടി ഓന്റെ വണ്ടിയിലാണ്. അതല്ല അത്ഭുതം. 2 വയസ്സായ മോനുണ്ട്, അതിനെയും കൊണ്ടായ ശല്യാന്ന് ഓൾക്കറിയാം. അപ്പൊ ഈ മോനെ അമ്മായിമ്മനെ ഏൽപ്പിക്കുക. എന്തേ? ഞാനും അബ്ദുറഹ്മാനും കൂടി ഒന്ന് മാർബിൾ ഒന്ന് സെലക്ട് ചെയ്ത് വരാം, നിങ്ങൾ കുട്ടി നോക്കിന്ന. 2 ആളും കൂടി മാർബിൾ വാങ്ങാൻ വേണ്ടി പോവാ. അപ്പോഴും മറ്റാൾ അബുദാബിന്ന് വിളിച്ചു. ഇപ്പൊ സമയമില്ല, കേൾക്കണില്ല, കാരണം ഹൈവേയില് റേഞ്ച് ഇല്ലാത്ത കൊടുത്താ. എവിടുക്കാ? ഞാൻ എഞ്ചിനീയറും കൂടി മാർബിൾ കാണാൻ പോവാ, നിങ്ങൾ പിന്നെ വിളിക്കും.
പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറയുന്നേ ദീർഘമായിട്ട് പറയില്ല. ഫൈസി 1 മണി വരെ പോകുന്നപ്പോൾ ഞാൻ 12:40 വരാന്ന് ഞാനും. കാരണം നിസ്കരിക്കാൻ ജമാഅത്തിൽ അവല് പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, തടസ്സമുണ്ട, നമുക്ക് വേഗം അവസാനിപ്പിക്കാം. പക്ഷേ ഞാൻ ഈ പറയുന്നത് തമാശാക്കി പറയില്ല. ഇന്ന് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. എത്ര സ്ഥലത്ത് സ്കൂൾ ബസ്സിലേക്ക് കുട്ടികളെ കയറ്റാൻ വേണ്ടി പോവാം, 2 ആഴ്ച കയറ്റാൻ വേണ്ടി പോയി, പിന്നെ ബസ് ഡ്രൈവർ മുളും കൂടി ചാടി പോവാണ്. അപ്പോൾ ഭർത്താവ് തല പറയാണ്, കുട്ടി ഈ അവിടെ കൊലായ്മ ഉണ്ടാകുമ്പോൾ എൻ്റെ കുട്ടീനെ ബസ് കയറ്റ ചെയ്യാണ്ട് പോയാൽ പോലെ, എൻ്റെ അത്ര ആരോഗ്യം ഓൾക്കുണ്ടോ, കുട്ടീനെടുക്കുക അയ്യല്ലേ നല്ലത്. ഈ നമ്മളെ യുവതികളായ സുന്ദരികളായ പെണ്ണുങ്ങളൊക്കെ കൂടി ബസ് ഡ്രൈവർ എടുത്തുക്കും, മീൻകാരെടുത്തുക്കും, ഇറച്ചിക്കാരൻ്റെ എടുത്തുക്കും, ജ്വല്ലറിക്കും, എഞ്ചിനീയർ എടുത്തുക്കും, തേങ്ങ പറിക്ക് കൊണ്ടിടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് നമ്മളിങ്ങനെ പുരയിൽ ഉളുപ്പില്ലാതെ ഇരിക്കണ്ടല്ലോ. മനുഷ്യനാകുമ്പോൾ ഒരു മാന്യത വേണ്ടേ? ദീനിൻ്റെ നിയമങ്ങൾ നമ്മൾ വിശ്വാസികൾ വളരെ കാർക്കശമായിട്ട് പരിപാലിക്കണമല്ലോ. അതിന് പുറമെ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധി ഇതിലൊക്കെ എന്താ പറയാ? വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ ദീനിൻ്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ഏതോ സിനിമാ നടന്മാരുണ്ടാക്കി തീർത്ത സംസ്കാരം, അല്ലെങ്കിൽ പാശ്ചാത്യൻ്റെ ഉച്ഛിഷ്ടങ്ങൾ പേറിയിട്ട് അതുകൊണ്ട് കല്യാണം ഭംഗിയാക്കുന്ന, അതാണ് കല്യാണത്തിൻ്റെ കേമമെന്ന് ധരിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ. എന്താ നമുക്ക് ഒന്ന് വിലയിരുത്തിക്കൂടെ? ശരീഅത്ത് മുഹമ്മദിൽ ചിട്ടകൾ എവിടെ പോയി? എന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന കുട്ടികൾ, നമ്മൾ പറഞ്ഞേ കേൾക്കായിരുന്ന കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം കല്യാണ പരിപാടി തുടങ്ങിയത് ഇങ്ങനെയാണല്ലോ. നാട്ടുകാർക്ക് മൊത്തം പെണ്ണിനെ ഇരുത്തിയിട്ട് സ്റ്റേജിൽ ഇരുത്തുകയാണ്, പരസ്യമായിട്ട് പാൽ കുടിപ്പിക്കുകയാണ്. ആര്? നിസ്കാരത്താകുമ്പോൾ 5 അജ്ജ് ചെയ്ത ആചാര്യ തൻ്റെ 19-20 വയസ്സുള്ള മോളെ ഓപ്പണായിട്ട് സ്റ്റേജിൽ ഇരുത്തുക, ഇപ്പുറത്ത് ചെക്കനെ ഇരുത്തുക. ചെക്കൻ്റെ കൂടെ വന്ന ഒരു കൗമുണ്ട്, അത് മൃഗാണോ മനുഷ്യനാണെന്നും കൂടി പറയില്ല, രണ്ടും അല്ലാത്ത കോലത്തിൽ. എന്നാൽ പോത്തുമല്ല കുരങ്ങുമല്ല എടിയിൽപ്പെട്ട ഒരു ജാതി. ഓല് കുപ്പായൊക്കെ കൂടിയിട്ട് ടൗസറും പൊണ്ടിച്ചിട്ട് ഇവിടെ സാസിൽ വന്നിരിക്കുകയാണ്. ഓരോ ആൾക്കാർ മൊബൈലിൽ ഇങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കണ്. മുമ്പിൽ ഇരുന്നിട്ട് മേൽക്ക് പൊന്തിച്ചവനാണ് നാട്ടിൽ 2 പെണ്ണുങ്ങളെ ഗർഭമുണ്ടാക്കിയ ആള്. ഓനെപ്പോൾ അത് വന്ന് വിളിക്കണം. അവിടേക്കൊക്കെ സ്വന്തം മോളെ പച്ചയിൽ വെച്ചു കൊടുത്തിട്ട് ഇവനെ കൊണ്ട് പാലും കുടിപ്പിച്ചിട്ട് എടുത്തോളയാടെന്ന് പറയാൻ വേണ്ടിയിട്ട് ക്യാമറക്കാരനെ വാടകയും കൊടുത്ത് കൊണ്ടുതന്നെ ഈ പള്ളിയിൽ പോയിട്ട് 4 വരുതലാണ്ട് വരുതിയാൽ സ്വർഗം കിട്ടുന്ന കരുതിയത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത്രയാൻ പറയുന്നുള്ളൂ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. അവസാനിപ്പിക്കുന്ന സമയത്ത് ഇന്ന് ആയിഷ ഉമ്മയുടെ ഓർമ്മയിൽ പിരിയുമ്പോൾ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ആയിഷ ബീവിയുടെ ധർമ്മമൊന്ന് ഓർത്തുകൊണ്ട് പിരിയണേ. ആയിഷ ബീവിയുടെ ധർമ്മം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിക്ക് 1,00,000 രൂപയാണ് ഹദിയായി കൊടുത്തയച്ചത്. 1,00,000 രൂപ. ഉമ്മമാരെ കേട്ടോളോ, ഇത് കയ്യിൽ കിട്ടിയത് രാവിലെയാണ്. ആ സമയത്ത് ആയിഷ ഉമ്മയ്ക്ക് നോമ്പാണ്. ആയിഷ ബീവി അങ്ങ് പബ്ലിസിറ്റി ചെയ്തു, പാവങ്ങളുടെ ലോകത്തേക്ക് കടന്നു വന്നോ, എന്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്, പാവങ്ങൾക്ക് തരാൻ തയ്യാറാണ്. ഈ വിളിയാളം കേട്ട പാവങ്ങൾ ആയിഷ ഉമ്മയുടെ വീടിന്റെ നാനാഭാഗത്തും അങ്ങ് തമ്പടിച്ചു. നോമ്പ് നോറ്റ ആയിഷ ബീവി രാവിലെ മുതൽ ക്യൂ ആയി നിൽക്കുന്ന പട്ടിണി പാവങ്ങളുടെ കൈകളിലേക്ക് പൈസ കൊടുക്കുകയാണ്. പെണ്ണുങ്ങൾ, കുട്ടികൾ ആയിഷ ബീവിയുടെ കയ്യിൽ നിന്ന് വന്നുകൊണ്ട് പൈസ വാങ്ങുകയാണ്. ളുഹർ വാങ്ങു കൊടുത്തോ, നിസ്കരിക്കാൻ വേണ്ടി നിർത്തിവെച്ചോ, നിസ്കാരാനന്തരം പിന്നെയും കൊടുക്കൽ തുടർന്നു. അസർ വാങ്ങു കൊടുത്തോ, അസർ വരെ കൊടുത്തോ, നിസ്കരിക്കാൻ നിർത്തിവെച്ചോ, പിന്നെയും കൊടുക്കൽ തുടർന്നു. ഇനി മഗ്രിബിന്റെ വാങ്കാണ്. അപ്പോഴാണ് ആയിഷ ഉമ്മയ്ക്ക് കാരക്ക കൊണ്ട് നോമ്പ് തുറക്കാനുള്ളത്. പക്ഷേ നോമ്പാണെന്ന കാര്യം പോലും മറന്നുകൊണ്ട് എല്ലാ പൈസയും അങ്ങ് കൊടുത്തു. ഒരു ചില്ലിക്കാശ് മാത്രമേ മടിശീലയിലുള്ളൂ. അപ്പോഴാണ് അടിമപ്പെണ്ണ് വന്ന്, സേവനത്തിന് നിൽക്കുന്ന പെണ്ണ് വന്നുകൊണ്ട് പറഞ്ഞു, നോമ്പ് തുറക്കണ്ടേ ഉമ്മാ. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, നോമ്പ് തുറക്കണം, അതിനൊരൽപ്പം കാരക്കയും വെള്ളവും കൊണ്ടുവാ. അപ്പോഴാണ് അടിമപ്പെണ്ണ് പറഞ്ഞത്, ഉമ്മാ 1,00,000 രൂപ നിങ്ങൾക്ക് കിട്ടിയിട്ട് അത് മുഴുവനും മണിക്കൂറുകളെ കൊണ്ട് 1 രൂപയും ബാക്കി വെക്കാതെ മുഴുവനായി കൊടുത്തില്ലേ?
വീട്ടിൽ കാരക്കയില്ല, മുന്തിരിയില്ല. 1,00,000-ൽ നിന്നൊരു 2 രൂപ ബാക്കി വെക്കുകയായിരുന്നെങ്കിൽ നോമ്പ് തുറക്കാൻ കാരക്ക വാങ്ങാമായിരുന്നില്ലേ? പഴങ്ങൾ വാങ്ങാമായിരുന്നില്ലേ? മുന്തിരി വാങ്ങാമായിരുന്നില്ലേ? അതിനുകൂടി നിങ്ങൾ പൈസ ബാക്കി വെക്കാതെ ഉള്ളത് മുഴുവനും വാരിക്കൊടുത്തില്ലേ? ഇനി എന്താണ് ചെയ്യുക? പച്ചവെള്ളം കുടിച്ചുകൊണ്ട് നോമ്പ് തുറന്ന ഉമ്മ എന്നങ്ങ് കേട്ടപ്പോൾ ആയിഷ ബീവി, എന്നങ്ങൊക്കെ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ കാരക്കയില്ലാത്തത് എന്നൊന്നും പറഞ്ഞില്ല. മറിച്ച് ആയിഷ ഉമ്മ പറഞ്ഞു, എനിക്ക് 1,00,000 രൂപ കിട്ടിയപ്പോൾ അത് ഞാൻ സ്വതക്ക കൊടുത്തതോ ഞാൻ നോമ്പ് നോറ്റതോ എല്ലാം കയ്യിൽ കാശ് വെക്കാതെ പാവങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തി കൊടുത്തതോ എല്ലാ റബ്ബിന്റെ പൊരുത്തത്തിനും റബ്ബിന്റെ കൊട്ടാരത്തിനും റബ്ബിന്റെ ലിഖായിനും സ്വർഗത്തിന്റെ സുഖത്തിനും നരകത്തിന്റെ തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പരിശ്രമത്തിന്റെ ഭാഗമായാണ്. അതുകൊണ്ട് 1,00,000 ഞാൻ കൊടുത്തത് റബ്ബ് സ്വീകരിച്ചാൽ ഒരു കാരക്കയുടെ ചീളുണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക എന്നാണ് പുന്നാര ഹബീബ് പറഞ്ഞത്. ഞാൻ കൊടുത്ത പൈസയിൽ ഏതെങ്കിലും 1 രൂപ റബ്ബങ്ങ് അവന്റെ ഔദാര്യം കൊണ്ട് സ്വീകരിച്ച മോളെ, നാളെ എനിക്ക് കിട്ടാനുള്ളത് സ്വർഗത്തിലെ കാരക്കയാ, സ്വർഗത്തിലെ ഈത്തപ്പഴമാ, സ്വർഗത്തിലെ റുമ്മാനാ, സ്വർഗത്തിലെ ആപ്പിളാ, സ്വർഗത്തിലെ മുന്തിരിയാ, സ്വർഗത്തിലെ എലന്തമരമാണ്. ഇവിടെ എനിക്ക് പാനീയം കുടിക്കാൻ ഈ കാശില്ലാത്തത് കാരണത്താൽ കഴിഞ്ഞില്ലേലോ. ഈ കാശിന്റെ സ്വതക്കയുടെ ആനുകൂല്യം റബ്ബങ്ങ് സ്വീകരിച്ചുകൊണ്ട് എന്നെ സ്വർഗത്തിലെത്തിയാൽ അവിടെ എനിക്ക് കുടിക്കാൻ കിട്ടുന്നത് പുളിക്കാത്ത പാനീയമാണ്, വറ്റാത്ത മധുരത്തിന്റെ തേനുറവയിൽ നിന്നാണ്, നെയ്പ്പാട പൊന്തിക്കിടക്കാത്ത പാലാണ്, പുളിക്കാത്ത മുന്തിരിയാണ്, ചെയ്യാത്ത ആപ്പിളാണ്, സീസണിൽ മാത്രം ഇറങ്ങുന്ന മാങ്ങയല്ല. അതിലുണ്ട് മുന്തിരി തോട്ടവോറുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. ഹുദമത്തിനായി കാണാമതിൽ ചില കൂട്ടുകള് കാഴ്ചക്ക് തോന്നോ നല്ല കൗതുകമുത്തുകൾ. രോഗങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസ്വാജമൊത്തിട്ടപ്പോഴും ഉല്ലാസമാ. ഇവിടെ എന്ത് സുഖമാണുള്ളത്? വൈറസ് കൊണ്ട് വിറങ്ങളിക്കുന്നതിൽ മുതലാളിമാര് പെട്ടില്ലേ? ക്യാൻസർ പിടിച്ചുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരിൽ പൈസ ഉള്ളവർ പെട്ടില്ലേ? അറ്റാക്കിൽ ബ്ലോക്കായി കടന്നുകൊണ്ട് ഒരു നീര് കുടിക്കാൻ കഴിയാതെ, മാങ്ങ കഴിക്കാൻ കഴിയാതെ, ജ്യൂസിന്റെ രുചി കുടിക്കാൻ കഴിയാതെ, ബിരിയാണി കഴിക്കാൻ കഴിയാതെ, അലോപ്പതിക്കാരൻ കൊടുക്കുന്ന ഒലക്ക വലുപ്പമുള്ള ഗുളിക കുടിച്ചുകൊണ്ട് സമയം പോക്കുന്നവരില് കോടികൾ കയ്യിൽ വെച്ച മുതലാളിമാരില്ലേ? ഇത് സുഖിക്കാൻ പറ്റുന്ന ലോകമല്ല. ഇവിടെ ക്യാൻസറിന്റെ ലോകമല്ലേ? പക്ഷിപ്പനിയുടെ, ഡെങ്കിപ്പനിയുടെ, പന്നിപ്പനിയുടെ, ചിക്കൻ പനിയുടെ, അതാ നിപ്പാ വൈറസിന്റെ ലോകമല്ലേ? വാലുകൾക്കുന്ന ചെറുപ്പക്കാരാ, വാലുകൾക്കുന്ന ഉമ്മമാരോ, സ്വർഗത്തിൽ ഡെങ്കിപ്പനിയില്ല, പക്ഷിപ്പനിയില്ല, നിപ്പാ വൈറസ് ഇല്ല, അത് പടർത്തുന്ന നനച്ചീറില്ല, ബ്രോയിലർ കോറിയുടെ നാറ്റമില്ല, ചെമ്മരിയാടിന്റെ മണമില്ല, കാട്ടാനകളുടെ അക്രമമില്ല, മഴ പെയ്തിട്ടുള്ള പനിയില്ല, അവിടെ പാരയും പോരും മേഷണിയും ഭീഷണിയും അപമാനനിന്ദതയും ഇല്ല, അവിടെ സാഹിര്യങ്ങളില്ല, മോഷ്ടാക്കളില്ല, അവിടെ എതിർ സ്ഥാനാർത്ഥികളില്ല, പള്ളിയിൽ വെച്ചുകൊണ്ട് റമദാൻ മാസത്തിലും മടികൂടുന്ന ശത്രുക്കളില്ല, സിഹ്ർ ചെയ്തുകൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്നവരില്ല, അസൂയ കൊണ്ട് പാരവെക്കുന്നവരില്ല, പരസ്പരം വൈര്യമില്ല, വിദ്വേഷമില്ല, സംഘട്ടനമില്ല, സംഘർഷമില്ല. അതങ്ങ്
തലയിൽ കയറിയ ആയിഷ റളിയല്ലാഹു തആല അൻഹാ കയ്യിൽ കിട്ടിയത് മുഴുവനും സംഭാവന ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചുകൊണ്ട് ആരാളുമില്ലാത്ത 6 അടിയുടെ ആഴിയില് സ്വന്തക്കാരാൽ നമ്മൾ താഴ്ത്തപ്പെടുമ്പോ സ്വർഗീയ റൈഹാൻ പൂക്കൾക്കിടയിൽ ആ കബറാകുന്ന മണ്ണർ ഒരു മണിയറയായി കിട്ടി സന്തോഷത്തോടെ കഴിഞ്ഞ് അവസാനം ഇസ്രാഫീൽ സൂറന്ന കാലത്തിലെത്തിയ മഹ്ശർ വൻസഭയിൽ അണിനിരന്നുകൊണ്ട് ആയിഷ ഉമ്മയുടെ കൂടെ നിൽക്കണ്ട്, ഖദീജ ഉമ്മയുടെ കൂടെ നിൽക്കണ്ട്, റാബിയത്തുൽ അദവിയായ കണ്ടുകൊണ്ട് സലാം പറയണ്ട്, നഫീസത്തുൽ മിസ്രിയായുടെ കൈ പിടിച്ചുകൊണ്ടൊന്ന് ചുംബിക്കണ്ട്. മക്കൾ ഭർത്താവ് സമേതമായി കുടുംബസമേതം സ്വർഗീയ കൊട്ടാരത്തിലൊന്ന് കഴിയണ്ട്. അതിന് പരമാവധി റമദാനിന്റെ മദ്യപത്തിന്റെ പട്ടാപ്പകലിന്റെ മജ്‌ലിസുൽ ഇൽമിന്റെ ഈ സംരംഭത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭംഗിക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്നൊരു സംഭാവന കൊടുക്കണേ.